ഹലോ എവറി വൺ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. അപ്പം നമ്മുടെ ആൻസർ കീ ഒക്കെ വന്നു. അപ്പൊ എല്ലാവരും ആൻസർ കീ നോക്കിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ആൻസർ കീ നോക്കുന്നത്, അത് ചാലഞ്ച് ചെയ്യേണ്ടതിന്റെ പേർപ്പസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ കീ നോക്കിയവരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ ഒപ്പീനിയനിലായിരിക്കും അല്ലെ. അതായത് ചിലപ്പം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സ്കോർ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പം എക്സ്പെക്ട് ചെയ്ത് അത്ര എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നല്ല മാർക്ക് കിട്ടിയവരും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആൻസർ കീ നോക്കിയപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോയവരൊക്കെ ഇപ്പോ ടെൻഷൻ ആവാതിരിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NTA എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടിയും അതുപോലെ തന്നെ എപ്പോഴും എക്സ്പെക്ട് ചെയ്തെടുത്ത് എത്തണം എന്നുള്ളൊരു നിർബന്ധവും അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ട് അത്ര സ്കോർ കിട്ടിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക, പഠിക്കാൻ തുടങ്ങാം. കാരണം നമുക്കറിയാം NTA നടത്തുന്ന ഈ ഒരു നെറ്റ് എക്സാം പോലെ ഇത്ര സുഖമായിട്ടുള്ള എക്സാം വേറെ ഇല്ല. സുഖമായിട്ടെന്ന് വെച്ചാൽ എപ്പോഴും ഈസി ആവും എന്നല്ല പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ 2 തവണ എക്സാം നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ആ ഒരു കോവിഡിന്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു മേർജ് ചെയ്ത ഒരൊറ്റ ടേം അല്ലെങ്കിൽ ഒരൊറ്റ സൈക്കിൾ എന്നുള്ള രീതിയിലോ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് അത് റെഗുലറൈസ് ചെയ്തിട്ട് വർഷത്തിൽ 2 ടേം എന്നുള്ള രീതിയിൽ തന്നെ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 6 മന്ത്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ലാസ്റ്റ് ടേമിലെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ബ്രേക്ക് ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ JRF എക്സ്പെക്ട് ചെയ്യുന്നവരും നെറ്റ് എക്സ്പെക്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും. കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കും ഒക്കെ നിങ്ങൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ടാവും, അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് MCJ കൺഫ്യൂസിങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ചാലഞ്ചബിൾ ആയിട്ടുള്ള ആൻസർ കീയിൽ ആൻസേഴ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു 150 നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് പേപ്പർ 2ന്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് ഒന്ന് ക്വിക്ക് ആയിട്ട് പറഞ്ഞു പോവാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് എന്താണ് ക്വസ്റ്റ്യൻ, NTA പറഞ്ഞിട്ടുള്ള ആൻസർ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ് അല്ലെ. അപ്പോ ഇപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലാസ്റ്റ് എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തവണ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ടൈമിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അത് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടായിരുന്നു, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. ഇവൻ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, JRF സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ എന്താണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആൻസർ കീ വന്നപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് സ്റ്റക്ക് ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, സ്റ്റിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് പൈഫറിലാണെങ്കിലും നമ്മളുടെ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞു പോയത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോ നമുക്കറിയാമല്ലേ, നമുക്ക് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. അപ്പൊ ഞാൻ ഈ ഒരു 51ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞു പോവാണ്. ഇവിടെ നമുക്ക് ന്യൂസ് ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിൽ പഠിക്കുന്നുണ്ട് ന്യൂസ് ഏജൻസീസും അവർ ബേസ് ചെയ്യുന്ന കൺട്രി. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം UPI എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ് സിൻഹ എന്ന് പറയുന്നത്. ബട്ട് ANI എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ് അല്ലെ. ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ആണ്, ഇന്ത്യയിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഇൻ ഫ്രാൻസ്, പകരം എവിടെയാണ്, AP എന്ന് പറയുന്നത് 1846 US ആ ഒരു ന്യൂസ് ഏജൻസി എമേർജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോയിട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് വന്നിട്ടുള്ളത്, റോയിട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ ബേസ്ഡ് ആണെന്നുള്ളത് നമുക്കറിയാം. 1851 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസി ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. പ്ലീസ് വെയിറ്റ്. യെസ്, അടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
കണ്ടൻസിങ് എ സ്റ്റോറി ബൈ സമ്മറൈസിങ് ടു ഇറ്റ്സ് കോർ മെസ്സേജ് അല്ലെ, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? അതിന് നമ്മൾ ബോയിലിംഗ് ഡൗൺ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റോറീനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ എസെൻസിലേക്ക് മാത്രം നമ്മൾ സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ബോയിലിംഗ് ഡൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മൾ സിലബസിൽ അതുപോലെ പഠിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോറി കേട്ടോ, ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ്സ് റിലേറ്റഡ് ടു പെയിൻ ഫണ്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പെയിൻ ആണ് ഇവിടെ സ്പെല്ലിംഗ് വരുന്നത്, PAYNE എന്നുള്ളത്. പെയിൻ ഫണ്ട് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ ആദ്യത്തെ തിയറി അല്ല, മാജിക് ബുള്ളറ്റ് തിയറി പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. മാജിക് ബുള്ളറ്റ് തിയറി എമേർജ് ചെയ്ത് വരാൻ കാരണമായിട്ടുള്ള 3 റീസൺസ് ഉണ്ട് അല്ലെ. അതിലൊന്നാണ് പെയിൻ ഫണ്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു സീരീസ് ഓഫ് റിസർച്ച് ആണ് കണ്ടക്ടഡ് ബിറ്റ്വീൻ 1929 ടു 1932 എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ എന്താണ്, മൂവിയും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. മൂവീസ് ആൻഡ് സോഷ്യൽ അബ്രേഷൻസ് എന്നുള്ളതാണ്. അതായത് ആ ഒരു സോഷ്യൽ എന്താണ് അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ചിൽഡ്രനും മൂവീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പെയിൻ ഫണ്ട് സ്റ്റഡീസിൽ പഠിച്ചത്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളുടെ ഏതെന്ന് പറഞ്ഞത് കൾട്ടിവേഷൻ തിയറി. കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്, ടെലിവിഷനും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നതെങ്കിൽ പെയിൻ ഫണ്ട് സ്റ്റഡീസിൽ എന്താണ് പഠിച്ചത്, മൂവീസും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ 3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അത് വളരെ സിമ്പിൾ ആണ്. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ? Which of the following development communication approaches emphasize the community based participatory research? അല്ലെ, അവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്, ആൻഡ് ആക്ഷൻ ടു റിസോൾവ് ലോക്കൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. സോ അവിടെ എന്താണ്, പീപ്പിളിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആണ് നടക്കുന്നത് ടു റിസോൾവ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. അതിനെ നമ്മൾ എന്താണ് പറയാ, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്നുള്ളതാണ് അല്ലെ. അതായത് ഒരു പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് വരുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിലബസിൽ കവർ ചെയ്തിട്ടില്ലാത്ത എന്നാൽ ജനറലി ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അക്കോർഡിംഗ് ടു ആന്ത്രോപോളജിസ്റ്റ് എഡ്വേർഡ് ഹോൾ, the 3 characteristics of culture are. അതായത് എഡ്വേർഡ് ഹാളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് നമ്മളുടെ കൾച്ചറിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഇവിടെ എന്താണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്? ആൻസർ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. 1 എന്ന് പറയുമ്പോൾ എയും ബിയും ഡിയും വരും. എന്തൊക്കെയാണ്? കൾച്ചർ ഈസ് ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ഹെൽപ്സ് ഡിഫൈൻ ദം. അടുത്തത് വരുന്നത് ലേൺഡ്. കൾച്ചർ ഈസ് ലേൺ നോട്ട് ഇന്നേറ്റ് എന്നുള്ളതാണ് അല്ലെ. ഇറ്റ്സ് നോട്ട് ലേൺ, ഇറ്റ്സ് ഇന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കൾച്ചർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പോയിന്റ് വരുന്നുണ്ട് അല്ലെ. കൾച്ചർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സോ ഏതാണ്? 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് സി മാത്രമാണ്. ലേണിംഗ് ഓഫ് കൾച്ചർ ഇസ് ഇന്റർ റിലേറ്റഡ് വിത്ത് ലോഫുൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സി എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്, എയും ബിയും ഡിയും ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻഷ്യൽ മാനർ ബിഗിനിങ് ഫ്രം ദ ഫസ്റ്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് സീക്വൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടേമിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് സീക്വൻസ് കറക്റ്റ് ആക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വരുന്നത്, ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. കാരണം ഫേസ്ബുക്ക് ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എളുപ്പമാണ് അല്ലെ. 2004 ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സി ലാസ്റ്റ് വരുന്ന ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കിയാൽ മതിയാവും. സി ലാസ്റ്റ് വരുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്ക് മുന്നിലുള്ളത് അല്ലെ. ഒന്ന് ആ ഒരു 3 എന്ന് പറയുന്നതും രണ്ടാമത്തേത് 4 എന്ന് പറയുന്നതും. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് എന്താണ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്റർനെറ്റ് ലോഞ്ച് ചെയ്യുന്നു. ദെൻ 1989 ആരാണ്, ടിം ബേർണേഴ്സ്ലി വേൾഡ് വൈഡ് വെബ് കൊണ്ടുവരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളത്
എന്താണ്? യെസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് വന്നിട്ടുള്ളത്. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ TV ആണ് കേട്ടോ, അതായത് IPTV വന്നിട്ടുണ്ട്. ഫൈനലി എന്താണ് നമുക്ക് വരുന്നത്? ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. സോ എന്താണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ കീ നോക്കാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇന്നലെ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് വൺ ഓഫ് ദ റെസ്പോൺസ് ഷീറ്റ്സ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. ദെൻ അടുത്ത ഞാൻ പറയുമ്പോഴൊക്കെ വളരെ സിമ്പിൾ എന്ന് പറയൂട്ടോ, കാരണം ഈ ഒരു ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. റിസർച്ച് പഠിക്കുന്ന ഏതൊരാളും പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള നോയർ എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെന്റ്. നോയർ എന്ന് നമ്മൾ പറയൂലേ സിമ്പിൾ ആയിട്ട്. നോയർ എന്താണ്? ഇതിന്റെ എക്സ്പാൻഷൻ പോലും ഒരു തവണ MCG എക്സാമിന് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ ആണ് വരുന്നത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ്? ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് അത് നോമിനൽ ലെവലാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് ലാബിൽ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നെയിമിംഗ് മാത്രമാണ് നടക്കുന്നത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്പേഴ്സിനും കാര്യങ്ങൾക്കൊന്നും എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അധിക സോഴ്സിലൊന്നും അവൈലബിൾ അല്ലാത്ത മാസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ചാണ്. സ്റ്റിൽ നമ്മൾ മാരത്തോണിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ച് ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ജോഷി കമ്മിറ്റി അല്ലെ. ജോഷി കമ്മിറ്റി നമുക്കറിയാം 1982 വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെക്കമെൻഡേഷൻ ഓഫ് ജോഷി വർക്കിംഗ് ഗ്രൂപ്പ് ഫോർ സോഫ്റ്റ്വെയർ ഫോർ ദൂരദർശൻ? അപ്പൊ ഒരു സോഫ്റ്റ്വെയർ പ്ലാനിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ജോഷി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ റെക്കമെൻഡേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് നാഷണൽ ദൂരദർശൻ കൗൺസിൽ. ഓക്കെ, നാഷണൽ ദൂരദർശൻ കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ റെക്കമെൻഡേഷനിൽ വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലാസ്റ്റ് ടേമിൽ എക്സാം എഴുതി വരുമ്പോ തന്നെ നമുക്ക് എക്സാം ഹാളിൽ തന്നെ അറിയായിരുന്നു അല്ലെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് NTA തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് ഇത്തവണ അങ്ങനെ ഒരുപാട് തെറ്റുകളൊന്നും NTA ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഡയറക്റ്റും, ചില ക്വസ്റ്റ്യൻസിൽ മാത്രം ഇതും വരൂലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ഓഫ് RNI ആണ്. ഓക്കെ, RNI എന്ന് പറയുന്നത് രജിസ്ട്രാർ ഫോർ ന്യൂസ് പേപ്പർ ഫോർ ഇന്ത്യ ആണ്. നമുക്കറിയാം 1867 പ്രസിഡന്റ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് അല്ലെ, PRB ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീൽ ചെയ്തുകൊണ്ട് പ്രസിഡന്റ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RNAക്ക് പകരം ഇപ്പം ഓൺലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും പബ്ലിക്കേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്? അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം RNAയും അതുപോലെ തന്നെ എന്താണ്? PRB ആക്ടും റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് RNAയുടെ ഫംഗ്ഷനെ കുറിച്ചാണ്. RNAയുടെ ഫംഗ്ഷൻസ് നോക്കുന്ന സമയത്ത് 2 തരം ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറിയും മറ്റൊന്ന് നോൺ സ്റ്റാറ്റ്യൂട്ടറിയുമാണ്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ പബ്ലിക്കേഷൻസിന്റെ രജിസ്ട്രേഷനും ടൈറ്റിൽ അലോക്കേഷനും അതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസിലാണ് വരുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ന്യൂസ് പ്രിന്റ് അലോക്കേഷൻ, അതുപോലെ തന്നെ ആലീഡ് മിഷനറി, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മെയിൻലി എന്താണ് ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ മെഷീനറീസ്, ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഏതിൽ നോക്കുന്നത്? നമ്മുടെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസിൽ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളോട് ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ആണ്. സോ എയും ബിയും ഡിയുമാണ് സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസിൽ വരുന്നത്. ഞാൻ പറഞ്ഞു ന്യൂസ് പ്രിന്റ് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ആലീഡ് മിഷനറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഏതിലാണ് വരുന്നത്? നമ്മുടെ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലാണ് വരുന്നത്. സോ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം? സി ഒഴിവാക്കാം. അതുപോലെ തന്നെ അസസിങ് ആൻഡ് സർട്ടിഫൈങ് ദ എസെൻഷ്യൽ നീഡ്സ് ഓഫ് ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത് എസെൻഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ആലീഡ് മിഷനറീസും കാര്യങ്ങളൊക്കെ ഏതിലാണ് വരുന്നത് എന്നുള്ളത്? നമ്മുടെ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. സോ അത് രണ്ടും ഒഴിവാക്കിയിട്ട് എയും ബിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ MCGയിൽ പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരുകൾ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വി ഹാവ് ലളിതകലാ അക്കാദമി, സംഗീത് നാടക അക്കാദമി, സാഹിത്യ അക്കാദമി ആൻഡ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സോ ഈ സംഗീത നാടകം എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ബി ആണ്. നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും മ്യൂസിക്, സോങ് ആൻഡ് ഡ്രാമ.
സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, സംഗീത് നാടക അക്കാദമി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലളിത കലാ അക്കാദമി പ്രൊമോട്ട്സ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ ഫൈൻ ആർട്സ് എന്നുള്ളതാണ്. ദെൻ സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന സമയത്ത് ഡെവലപ്പിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. അഗെയിൻ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് റിലേറ്റ് ടു എന്താണ്, തിയേറ്റർ ആൻഡ് ആലീഡ് ആർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ 1 എന്നുള്ളതാണ്. ഇതിലിപ്പോ നമ്പർ ആണ് ഉണ്ടാവുക, നമുക്ക് എന്താ പറയാ ആൻസർക്ക് ഈ ബുക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ABCD എന്നുള്ള രീതിയിൽ തന്നെയാണ് വരും കേട്ടോ. ഇത് റെസ്പോൺസ് ഷീറ്റിലാകുമ്പോഴാണ് നമുക്ക് അങ്ങനെ കാണിക്കുന്നത്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്താണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ഫിലിം മൂവ്മെന്റ്സ് എംഫസൈസ് ദ യൂസ് ഓഫ് സോഷ്യൽ കോൺഷ്യസ് തീംസ്, റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ലൊക്കേഷൻ ഷൂട്ടിംഗ്. ഇത് ഇന്ത്യൻ ന്യൂ വേവ് എന്നുള്ള ഒരു ഓപ്ഷനും പാരലൽ സിനിമ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള തീമുകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ലൊക്കേഷൻ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ന്യൂ വേവ് അല്ലെങ്കിൽ ഇന്ത്യൻ പാരലൽ സിനിമയുടെ ഫീച്ചേഴ്സ് ആണ്. സോ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്രത്തോളം അവരതിനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയില്ല. സ്റ്റിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ന്യൂ വേവും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ പാരലൽ സിനിമയും രണ്ടും ആൻസർ ആയേക്കാം എന്നുള്ളൊരു കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഏരിയയിൽ നിന്നാണ്. റിസർച്ചിന്റെ ഏരിയയിൽ നിന്ന് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മെഷർമെന്റ് സ്കെയിൽസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇതും എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഈ മെഷർമെന്റ് സ്കെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ലിക്കേർഡ് സ്കെയിൽ ആണ് അല്ലെ. പലപ്പോഴും റിസർച്ചിൽ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഈവൻ എന്താണ് നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ എന്ന് പഠിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഒരു ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, സ്ട്രോങ്ലി ഡിസഗ്രി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുന്നത് ലിക്കേർഡ് സ്കെയിൽ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ലിക്കേർഡ് സ്കെയിലിന് നമ്മൾ എന്താണ് പറയുന്നത്, ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത് പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് അല്ലെ, ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനോട് ഒരു പേഴ്സൺസിന്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്കെയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാണ്, സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. സെമാന്റിക് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെയും എന്താണ് ഒരു ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുക എന്നുള്ളൊരു പേർപ്പസിലാണല്ലോ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, മീനിങ്സ് ഓഫ് പീപ്പിൾ ക്രിയേറ്റ് ഇൻ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ സ്റ്റിമുലസ്, ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സെമാന്റിക് ഡിഫറൻഷ്യലിൽ വരുന്നത്. ദെൻ വി ഹാവ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവൽ എന്ന് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിലിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, അത് തന്നെ എന്താണ് ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവൽ സ്കെയിൽ എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്, അതുകൊണ്ട് നമുക്ക് ഈസിലി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് വരുന്നത് ഗുഡ്മാൻ സ്കെയിൽ ആണ്. ഗുഡ്മാൻ സ്കെയിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐറ്റംസ് ആർ അറേഞ്ച്ഡ് എലോങ് എ കണ്ടിന്യൂം എന്നുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ തന്നിട്ടുള്ളത്. ബട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുഡ്മാൻ സ്കെയിലിംഗ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിനോടും ഞാൻ എഗ്രി ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, സ്റ്റേറ്റ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഫസ്റ്റ് പറയുന്നു എന്താണ്, നമ്മൾ ഫിലിം എന്താ പറയാ ടെലിവിഷനിൽ ഇൻഡീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഹാർംഫുൾ ടു സൊസൈറ്റി. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു, ഹാർംഫുൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റിനോട് സ്വാഭാവികമായിട്ടും ഞാൻ എഗ്രി ചെയ്യല്ലോ. കാരണം അത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡീസെന്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികൾ കാണാൻ പാടില്ല എന്നുള്ളത്. സോ അവിടെ എന്താണ് വരുന്നത്, ഒന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ജേർണലിസം പഠിച്ചില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ, അതായത് ബോഡി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ബോഡി മൂവ്മെന്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതിന് നമ്മൾ എന്താണ് പറയുന്നത്,
കൈനസിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് കൈനസിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, അക്കോർഡിംഗ് ടു വിമ്മോ ആൻഡ് ഡൊമിനിക്, എ ഗുഡ് റിസർച്ച് ഹൈപ്പോത്തസിസ് ഷുഡ് മീറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ഇപ്പൊ വിമ്മോ ഡൊമിനിക് എന്ന് അറിയില്ലെങ്കിലും അടുത്തൊരു സെന്റൻസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഗുഡ് റിസർച്ച് ഹൈപ്പോത്തസിസിന്റെ ക്രൈറ്റീരിയ ആണല്ലേ പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഷുഡ് കോണ്ടസ്റ്റ് കറന്റ് നോളജ് ഇൻ ദ അറേന എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് കോണ്ടസ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് കറന്റ് നോളജിനെ ചാലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിന് കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് എന്താണ് തോന്നുന്നത്? അത് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണോ ഒഴിവാക്കാം എന്നാണോ തോന്നുന്നത്? അതേപോലെ തന്നെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു കൺസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ഷുഡ് കോമ്പാറ്റിബിൾ വിത്ത് കറന്റ് നോളജ് ഇൻ ദ അറേന എന്നുള്ളത്. സോ അത് രണ്ടും എന്തായാലും ഒരുമിച്ച് വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എ എന്നുള്ളത് നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. സോ അത് ചാലഞ്ച് ചെയ്യുക എന്നുള്ളതല്ല പേർപ്പസ് എന്ന് പറയുന്നത്. കറന്റ് നോളജുമായിട്ട് അലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കുക അല്ലെങ്കിൽ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റിബിൾ വിത്ത് കറന്റ് നോളജ് ഇൻ ദ അറീന എന്നുള്ളതാണ് ആ ഒരു ഹൈപ്പോത്തസിസിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലേ ലോജിക്കൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി വിൽ ബി ദർ, അത് തന്നെയാണല്ലോ അല്ലെ നമ്മൾ പറയുന്നത് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. അതാണ് പാർസിമോണിയസ് എന്ന് പറയുന്നത്. ടെസ്റ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ പറഞ്ഞിട്ടുള്ള എ ഒഴിവാക്കിയിട്ടുള്ളതൊക്കെ കറക്റ്റ് ആൻസറിലേക്ക് വരുന്നതാണ്. സോ ഓപ്ഷൻ 3 എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഒരു ബുക്ക് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പൊതുവേ നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് ലാസ്റ്റ് ടൈമിലൊക്കെ തലങ്ങും വിലങ്ങും ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ബുക്സ് ആൻഡ് ഓതേഴ്സിനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹെഡ്ലൈൻസ് ഫ്രം ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന വർക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്? തിങ്ക് ഇറ്റ്സ് 2007 വർക്ക്. എന്താണ്, ശേവാന്തി നാൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർക്കിന്റെ ഓതർ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് കുറച്ചുകൂടെ നമുക്ക് ബുക്കിനെ ഫെമിലിയർ അല്ലെങ്കിൽ പോലും ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒരു 6 ബുക്കൊക്കെ തന്നിട്ട് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. എഗെയിൻ നമ്മൾ പേപ്പർ 1ലും പേപ്പർ 2ലും ഒക്കെ പഠിക്കുന്ന ഒരു സംഗതിയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്സ് അല്ലെ. അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ളതിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അതിൽ പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ എന്ത് പഠിച്ചാൽ മതി? 3 എസ്സുകൾ വരുന്നുണ്ട്, ഒരു സിയും വരുന്നുണ്ട് അല്ലെ. അതാണ് പ്രോബബിലിറ്റി വരുന്നത്. നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സാമ്പിളിംഗ് ഒക്കെ തന്നെയാണല്ലേ. കൺവീനിയൻസ് വരുന്നുണ്ട്, പെർപ്പസീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ പെർപ്പസീവ് എന്ന് പറയും. സ്നോബോളും ക്വാട്ടയും എന്തിലാണ് വരുന്നത്? നമ്മുടെ നോൺ പ്രോബബിലിറ്റിയിലാണ് വരുന്നത്. ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക് റാൻഡം, സ്ട്രാറ്റിഫൈഡ് റാൻഡം, അതുപോലെ തന്നെ ക്ലസ്റ്റർ ആണ് വരുന്നത്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പേപ്പർ 1ലും പേപ്പർ 2ലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതും എന്താണ് പലതവണ PYQസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സത്യജിത് റേ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പു ട്രിലജി എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ആദ്യത്തെ മൂന്ന് ഫിലിം അല്ല, അദ്ദേഹത്തിന്റെ അപ്പു ക്യാരക്ടർ ആയിട്ടുള്ള 3 ഫിലിമാണ് പതേർ പാഞ്ചാലി, അപരാജിതോ ആൻഡ് അപുർ സെൻസാർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. കാരണം ഇതിൽ പതേർ പാഞ്ചാലിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി ഇൻ 1955 എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ടു ദാറ്റ് അപരാജിതവും വരുന്നുണ്ട്. കാരണം 1955 എന്ത് വരുന്നത്? പതേർ പാഞ്ചാലി വരുന്നത്. ദെൻ 56 അപരാജിതോ വരുന്നുണ്ട്. ദെൻ നമുക്കറിയാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അപുർ സെൻസാർ വരുന്നത് അല്ലെ. അപുർ സെൻസാർ എന്ന് പറയുന്നത് 59 വരുന്നത്. അടുത്തത് ജലസാഗർ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നമുക്ക് വരുന്നുണ്ട്. ജലസാഗർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരശ് പത്തർ ഇതൊക്കെ വരുന്നത് 1958 ചാരുലത എന്ന് പറയുന്നത് 1964. സോ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 എന്നുള്ളതാണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓർ ആർ ടെലിവിഷൻ പ്രോഗ്രാം ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. സോ ഇതില് സ്ട്രിപ്പിംഗ്, ഹമോക്കിംഗ്, ബ്രിഡ്ജിംഗ്, തീമിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മളുടെ പ്രോഗ്രാം ഷെഡ്യൂളിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിൽ ഇൻക്ലൂഡ് ആവാത്തത് ഓഡിയൻസ് ഫ്ലോ എന്നുള്ളതാണ്. ഓക്കെ, മേ ബി എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ടുള്ളതായിരിക്കും. ഒരു പക്ഷെ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതുവരെ നെറ്റ് എക്സാമിൽ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു 3-4 ടേം അല്ലെങ്കിൽ ഒരു 5-6 ടേം എടുക്കുകയാണെങ്കിൽ മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഒക്കെ കാണും കേട്ടോ. അതായത് പബ്ലിക്കേഷൻ പ്ലേസ് ഒക്കെ മാച്ച് ചെയ്യാൻ ചോദിച്ചതിൽ ചിലപ്പോൾ ഒരു കോട്ടയം എന്നൊക്കെ കാണാൻ പറ്റുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ബട്ട് നമ്മളോട് ചോദിച്ചു, അത് പലരെയും ഹാപ്പി ആക്കിയിട്ടുണ്ടാവും. ഹൂ ഫൗണ്ടഡ് ദ ന്യൂസ് പേപ്പർ മലയാള മനോരമ എന്നുള്ളത്. ഓക്കെ, ആരാണ് മലയാള മനോരമ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മലയാള മനോരമ എന്ന് പറയുന്ന മലയാളം ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, മുന്നേ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെക്ഡൊണാൾഡൈസേഷൻ വാസ് കോയിൻഡ് ബൈ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ജോർജ് റിച്ചർ ആണ് കോയിൻ ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പഗാൻഡ തിയറിയുമായി ബന്ധപ്പെട്ട് നോം ചോംസ്കി, എഡ്വേർഡ് ഹെർമൻ ആണ് അല്ലെ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ ബുക്ക് 1988 എഴുതിയിട്ടുള്ളത്. അടുത്തത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൂറിസ്റ്റ് ആയിട്ടുള്ള മാർഷൽ മക്ലൂഹൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇതില് ഈ ഒരു ഡിസ്നൈസേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ബാക്കി 3 വെച്ചിട്ട് ഈസിലി നമുക്ക് കറക്റ്റ് ഓപ്ഷനിൽ എത്താൻ പറ്റും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ 4 ആണ്. ഓക്കെ, 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിൽ നമുക്ക് അറിയാത്തൊരു ടേം മേ ബി ഡിസ്നൈസേഷൻ എന്നുള്ളതാണ്. ഇറ്റ് വാസ് കോയിൻഡ് ബൈ അലൻ ബ്രൈമാൻ എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാം ഈസി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നമുക്കിപ്പം അനലൈസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവുക ഇതൊക്കെ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സംഗതി അല്ലെ, നമ്മൾ റേഡിയോന്റെ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് പഠിക്കുന്നത്? 1920s, 1930s, 1940s എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ റേഡിയോന്റെ കാലഘട്ടം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് റേഡിയോ ബ്രോഡ്കാസ്റ്റ് നെയിംഡ് ആസ് ഓൾ ഇന്ത്യ റേഡിയോ. നമുക്കറിയാം IBC വരുന്നു 1927. പിന്നീട് അത് ISBS ആവുന്നു, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഗവൺമെന്റ് ഏറ്റെടുത്ത് 1930 അത് വരുന്നു. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ISBS ഓൾ ഇന്ത്യ റേഡിയോ ആവുന്നു 1936. 1935 എന്ത് വരുന്നത്, നമ്മളെ കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് വരുന്നത്. ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ലേണൽ ഫീൽഡൺ ആണ്. അത് 1935. പ്രസാർ ഭാരതി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1990. റേഡിയോ സെപ്പറേറ്റഡ് ഫ്രം ദൂരദർശൻ. നമ്മൾ റേഡിയോന്റെ ചരിത്രം പറയുമ്പോഴും അതുപോലെ തന്നെ ടെലിവിഷന്റെ ചരിത്രം പറയുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ റേഡിയോയും അതുപോലെ തന്നെ ദൂരദർശനും സെപ്പറേറ്റഡ് ആവുന്നത് 1976. ചന്ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1964 അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1966 ആയതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കൊടുത്തിട്ടുള്ളതിൽ ആദ്യം വരിക 1935 ലേണൽ ഫീൽഡൻ കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആവുന്നത് മുതലാണ്. പിന്നീട് അങ്ങോട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്നത് പ്രസാർ ഭാരതി ബില്ലാണ് 1990 വരുന്നത്. അടുത്തത് കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നോക്കുക. നമുക്ക് കുറച്ച് മീഡിയ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഫോക്സ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്സ് ന്യൂസ് എന്ന് പറയുന്നത് മഡ്രോക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് B4 ആണ്. ന്യൂ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ലൈൻ സിനിമ വാൾട്ട് ഡിസ്നി കമ്പനി ആണ് വരുന്നത്. ന്യൂ ലൈൻ സിനിമ എന്ന് പറയുന്നത് വാർണർ ബ്രോസ് ആണ് വരുന്നത്. അടുത്തത് എന്താണ് നമുക്ക് വന്നിട്ടുള്ളത്? വയക്കോം ആണ്, പാരമൗണ്ട് പിക്ചേഴ്സ് ആണ്. ദെൻ എന്താണ് നമ്മുടെ ABC എന്ന് പറയുന്നത് വോൾട്ട് ഡിസ്നി കമ്പനി എന്നുള്ള രീതിയിലാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ടഫ് ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് മേ ബി എല്ലാം ഫെമിലിയർ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിലും ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് NTA പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് പേർഷ്യൻ ഗൾഫ് വാർ വാസ് എ ഫസ്റ്റ് ലൈവ് ടെലിവൈസ്ഡ് വാർ എന്നുള്ളത് വിയറ്റ്നാം വാറും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടെലിവൈസ്ഡ് വാർ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതിനൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. സോ അതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്.
ബട്ട് ബി കറക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ കളർ ടെലിവിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ വിത്ത് ഏഷ്യൻ ഗെയിംസ് ഇൻ 1982. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ കോൾഡ് വാർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ വാർഫെയർ. നമുക്കറിയാം അല്ലെ, മൊഡ്യൂൾ 2 നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതെന്താണ്? ബ്ലഡ് ഷെഡ് ഉള്ള ഒരു വാർ അല്ല, പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഐഡിയോളജീസ് വെച്ചിട്ടുള്ള ഒരു വാറാണ്. സോ അതുകൊണ്ട് തന്നെ ബിയും സിയും കറക്റ്റ് ആണ്. ഇപ്പൊ എ തെറ്റാണെങ്കിൽ പോലും അത് ക്ലെയിം ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് എന്താണ്? ബിയും സിയും കറക്റ്റ് ആയിട്ടല്ലേ, ബിയും സിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എ ചെറിയ രീതിയിൽ തെറ്റിയാലും മേ ബി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് മനസ്സിലാക്കുന്നത്. സ്റ്റിൽ ടെലിവൈസ്ഡ് വാർ വിയറ്റ്നാം വാർ ആണെന്നുള്ളതിൽ കൺഫ്യൂഷൻ. ദെൻ ഗാഫർ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വിത്ത് ഹൂം ഡസ് ഗാഫർ ക്ലോസ്ലി വർക്ക് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ പ്രൊഡക്ഷൻ ഫേസിൽ ഈ പറഞ്ഞിട്ടുള്ള ഗാഫിയർ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റിംഗ്, അതിന്റെ മാനേജിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഫിലിമിന്റെ ഡയറക്ടർ ആരാണ്? ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ്. ഇതിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കണം, കാരണം ഇനിയിപ്പോ അടുത്തത് ഇയറോ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 2013 ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഫിലിം വിച്ച് വാസ് പ്രീമിയർഡ് അറ്റ് ദ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആരാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിതേഷ് ബത്ര എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്തത് എന്താണ് വന്നിട്ടുള്ളത്? ഇവിടെയും നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാലൻസ്, കോൺട്രാസ്റ്റ്, റിതം ആൻഡ് യൂണിറ്റി, ഇത്രയുമാണ് നമുക്ക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ മാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കാണുന്നുണ്ടാവും ചില കീ ടേംസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ അല്ലെ. ഫസ്റ്റ്, ഓർഗനൈസ്ഡ് ടു ക്രിയേറ്റ് എ സ്മൂത്ത് ഫ്ലോ ഫ്രം വൺ എലമെന്റ് ടു അനദർ എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഹാർമണി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹാർമണി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എന്താണ്, അതായത് രണ്ടാമത്തെ ഓപ്ഷനിൽ ഹാർമണി, അതുപോലെ തന്നെ സ്റ്റേബിൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വിഷ്വൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്, ആൻഡ് ഹൈലൈറ്റ് സ്പെഷ്യൽ പാർട്സ് elements and emphasize information to be made noticeable എന്ന് പറഞ്ഞിട്ടുണ്ട്. All elements work together to create a visually pleasing, understandable whole. ഇത്രയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് എൻട്രി കൊടുത്തിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ 3 എന്നുള്ളതാണ്. അതായത് എ എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയുമ്പം സ്റ്റേബിൾ കോമ്പസിഷൻ ആണ്. അവിടെ എന്തില്ല, ആ ഒരു ഫ്രെയിമിൽ നമുക്ക് എന്തുണ്ടാവില്ല എന്നുള്ളതാണ്, ഇംബാലൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ദെൻ ബി എന്ന് പറയുന്നത് 3 ആണ് കൊടുത്തിട്ടുള്ളത്. കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്രിയേറ്റ്സ് വിഷ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഹൈലൈറ്റ് സ്പെഷ്യൽ പാർട്സ് എന്നുള്ളതിനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിതം എന്ന് പറയുന്നതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? സ്മൂത്ത് ഫ്ലോ ഫ്രം വൺ എലമെന്റ് ടു അനദർ. And unity is defined as all elements work together to create a visually pleasing or understandable whole എന്ന് പറയുന്നത്. സോ അതിനെയാണ് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? യൂണിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെ. മാസ് മീഡിയ ആർ ഓൾസോ കോൾഡ് മാജിക് മൾട്ടിപ്ലയേഴ്സ്. അത് ശരിയാണല്ലോ അല്ലെ. അതായത് നമ്മളുടെ മാജിക് ബുള്ളറ്റ് തിയറിയുടെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? നമ്മുടെ മാസ് മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ മാജിക്കൽ കാപ്പബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ഓഡിയൻസ് എന്നുള്ളതാണ്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടാണ് വരിക. അടുത്തത് നോക്കുക, ദ ടേം യെല്ലോ ജേർണലിസം വാസ് കോയിൻഡ് ടു ഡിസ്ക്രൈബ് ദ റൈവൽറി ബിറ്റ്വീൻ 2 ടെലിവിഷൻ നെറ്റ്വർക്ക്സ്. സോ അതൊരു വലിയ തെറ്റാണെന്ന് നമുക്കറിയാം അല്ലെ. റൈവൽറി ബിറ്റ്വീൻ 2 ന്യൂസ് പേപ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് യെല്ലോ ജേർണലിസത്തിലേക്ക് ലീഡ് ചെയ്തത്. 1890s നമ്മുടെ അമേരിക്കയിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള, അതുപോലെ തന്നെ 2 ന്യൂസ് പേപ്പേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത്, നോട്ട് ടെലിവിഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് എന്താണ് ഇതിൽ വരിക? വോയിസ് ഓഫ് അമേരിക്ക. ഇത് ഒരു തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. വോയിസ് ഓഫ് അമേരിക്ക, അതുപോലെ തന്നെ BBC, ഇതിന്റെ ഒക്കെ ഇയേഴ്സ്. ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, അൽ ജസീറ എന്ന് പറയുന്നത് ഖത്തറിൽ 1996 ലോഞ്ച് ചെയ്തതാണെന്നുള്ളതും, അതുപോലെ തന്നെ NBC 1926 എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ളതും അറിയെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എയും ഡിയും ഇയുമാണ് എന്ത് വരുന്നത്? നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പം എയും ഡിയും ഇയും നമുക്ക് ന്യൂസ് ഏജൻസീസ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അൽ ജസീറ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് മോഡ്യൂൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ NBC 1926 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കുറച്ച് ക്രൊണോളജിയിൽ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് ചോദിച്ചു അല്ലെ. അതായത് ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് ഏജൻസി ഡബിൾ ക്ലിക്ക് ഫൗണ്ട് ചെയ്തു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സെൽസ് ദ സ്പേസ് ഇൻ പെൻസിൽവാനിയ ഗസറ്റ്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ന്യൂ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1729 അത് വരുന്നത്. നമ്മൾ അഡ്വർടൈസ്മെന്റിന്റെ ഹിസ്റ്ററിയിൽ നമ്മുടെ ഐഫറിന്റെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അമേരിക്കൻ അഡ്വർടൈസിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തത് tobacco ads banned from television in US and Federal Trade Commission is established. നേരത്തെ പറഞ്ഞ പോലെ ഡി ആണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടാവുക. ദെൻ ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ഓർഡർ വരുന്നത്. സോ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം റീസെന്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു ന്യൂ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്യാണ്, സ്പേസ് ന്യൂസ് പേപ്പറിൽ സ്പേസ് കൊടുത്തത് ഒരു 1729 അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വളരെ ഈസി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർ. ഓൾഡസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇയേഴ്സ് നോക്കിയാൽ മതി അല്ലെ. CBS ഏത് ഇയറിലാണ് വന്നിട്ടുള്ളത്? കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ആണ്. ഏത് ഇയറിലാണ് CBS വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? CBS പറഞ്ഞു. ദെൻ BBC എന്ന് പറയുന്നത് BBC 1922 വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ BBC ആണ്. NBC നമ്മൾ ഓൾറെഡി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് 1926 NBC വരുന്നത്. ഓക്കെ, അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ് മാക്ബ്രൈഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. മാക്ബ്രൈഡ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരാണ് മെനി വോയിസസ് വൺ വേൾഡ് എന്ന് പറയുന്നത്. മെനി വോയിസസ് വൺ വേൾഡ് യുനെസ്കോ റിപ്പോർട്ട് അഡ്രസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് അല്ലെ. എന്താണ് ഇംബാലൻസസ് ഇൻ ദ ഇൻഫർമേഷൻ ഓർ ഇംബാലൻസ് ഇൻ ദ ഫ്ലോസ് ഓഫ് ന്യൂസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു മെനി വോയിസസ് വൺ വേൾഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മാക്ബ്രൈഡ് കമ്മീഷൻ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. 1977 എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1980 അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടിന്റെ പേര് മെനി വോയിസസ് വൺ വേൾഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രധാനമായിട്ടും നാം നേഷൻസ് മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അവിടെ എന്ത് വേണം, കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാലൻസ് വേണം. നമ്മുടെ ഫ്രീ ക്ലാസ്സുകളിലൊക്കെ അവൈലബിൾ ആണ് ആ ഒരു കൺസെപ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, റിസർച്ചിൽ നിന്നാണ് അല്ലെ. ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ടൈംസ് ഫ്രം ദ സെയിം പോപ്പുലേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്, സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ടൈംസ് ഫ്രം ദ സെയിം പോപ്പുലേഷൻ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു സംഗതി ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കൊഹേർട്ട് അനാലിസിസും പാനൽ സ്റ്റഡീസും ട്രെൻഡ് അനാലിസിസും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെ ഡിഫറെന്റ് ടൈംസിൽ പഠിക്കുന്നതിനെയാണ്, അതായത് സെയിം പോപ്പുലേഷന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെ ഡിഫറെന്റ് ടൈംസിൽ പഠിക്കുന്നതിന് നമ്മൾ എന്താണ് പറയാ, ട്രെൻഡ് അനാലിസിസ് എന്നാണ് പറയാ. ബാക്കിയുള്ളതിന്റെ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സംഗതി എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് റിലേറ്റിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ടെലിവിഷൻ ഇൻ ഇന്ത്യ ഇൻ ഓർഡർ ഓഫ് ദെയർ ലോഞ്ചിങ് ബിഗിനിങ് ഫ്രം ദ ഫസ്റ്റ് എന്നുള്ളതാണ്. സോ ഇതും നമ്മൾ എന്താണ് മാരത്തൺ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴാണ് ഫസ്റ്റ് ഹിന്ദി ന്യൂസ് ബുള്ളറ്റിൻ വരുന്നത്, അതുപോലെ തന്നെ കൃഷി ദർശൻ ഒക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. കളർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് സോപ്പ് ഓപ്പറ ആയിട്ടുള്ള ഹംലോഗ്, സൈറ്റ് പ്രോഗ്രാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ആണല്ലേ. എന്താണ് കൃഷി ദർശൻ എന്ന് പറയുന്നത് 67 വരുന്നത്. കളർ ടെലിവിഷൻ 1982 വരുന്നത്. സോപ്പ് ഓപ്പറ വരുന്നത് 1984 സൈറ്റ് എന്ന് പറയുന്നത് 1975 അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ടെലിവിഷൻ ന്യൂസ് ബുള്ളറ്റിൻ എയർ ചെയ്യുന്നതാണ് നമുക്ക് ആദ്യം വരുന്നത് അല്ലെ. 1936 ഒരു കാലഘട്ടത്തിലാണ് അത് വരുന്നത്. 59 ശേഷമാണ് അത് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, എപ്പോഴാണ് വരുന്നത്? യെസ്, ആദ്യം വരുന്നത് ന്യൂസ് ബുള്ളറ്റിൻ ഇൻ ഹിന്ദി ആണ് വരുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലൂടെയാണ് ടെലിവിഷൻ റെഗുലർ സർവീസ് ആവുന്നത്. 65 കേട്ടോ, സോറി മൈ മിസ്റ്റേക്ക്. 1965 ആദ്യം വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് എന്താണ്, കൃഷി ദർശനാണ് 1967 വരുന്നു.
നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം എന്താണ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ കളർ ടെലിവിഷൻ 82ലാണ് വരുന്നത്. യെസ്, ഇതാണ് കറക്റ്റ് ആൻസർ. സോറി കേട്ടോ. എങ്ങനെയാണ് വരുന്നത്, ആദ്യം നമ്മളുടെ ഹിന്ദി ന്യൂസ് ബുള്ളറ്റിൻ റെഗുലർ സർവീസ് ആവുന്നു 1965. അത് കഴിഞ്ഞിട്ട് വരുന്നത് കൃഷിദർശൻ 1967ലാണ്. പിന്നീട് സൈറ്റ് ആണ് വരുന്നത് 1975ലാണ് സൈറ്റ് വരുന്നത്. ദെൻ കളർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ 82ലും അതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് സോപ്പ് ഒപ്പറ വരുന്നത് 1984ലുമാണ്. ഓക്കെ, അങ്ങനെയാണ് കറക്റ്റ്. രണ്ടാണ് കറക്റ്റ് ആൻസർ വരുന്നത്, 65 ആണ്. പെട്ടെന്ന് റേഡിയോ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി, സോറി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബിയും സിയും ഡിയും ആണ്. ബിയും സിയും ഡിയും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എയും ബിയും ഏതൊക്കെയാണ് ഒഴിവാക്കുന്നത്, എയും ഇയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനെറ്റ് ഈസ് എ മീഡിയം ദാറ്റ് ഫെസിലിറ്റേറ്റ് സ്പെൻഡിങ് മോർ ടൈം വിത്ത് റിയൽ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതാണ്. ഇ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ക്യാൻ ഡെലിവർ റെഡിമെയ്ഡ് മാസ് ടു അഡ്വർടൈസേഴ്സ് എന്നുള്ളതാണ്. സോ ആ രണ്ടും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, use accelerates individualization, communicative field. The first age media is characterized by form of separation and unity. Broadcast involves a temporal separation between the point of communication and the point of consumption എന്നത്. അടുത്തത് നോക്കുക, എന്താണ് പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ of the phases in the development of mass media research as postulated by Wimmer and Dominic. ഇവരെ നമ്മൾ ഇതിനു മുന്നേയും കണ്ടു അല്ലെ. ഹൈപ്പോത്തീസിന്റെ ഒരു ഗുഡ് ആയിട്ടുള്ള ഹൈപ്പോത്തീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഈ വിമ്മർ ആൻഡ് ഡൊമിനിക് എന്നുള്ള പേര് കണ്ടു. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, റിസർച്ചിനെ കുറിച്ചുള്ള ഇവരുടെ ഐഡിയാസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുക, അതിന്റെ ഒരു ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതായത് മാസ് മീഡിയ റിസർച്ചിന്റെ ഒരു ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ആദ്യം വരുന്നത് എന്താണ്, ദ മീഡിയം ആണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, യൂസേഴ്സ് ആൻഡ് യൂസേഴ്സ് ഓഫ് ദ മീഡിയം എന്നുള്ളതാണ്. അടുത്തത് എന്താണ് വരുന്നത്, എഫക്ട്സ് ആണ് വരുന്നത്. എഫക്ട്സ് കഴിഞ്ഞിട്ട് എന്താണ്, ഹൗ ദ മീഡിയം ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നുള്ളതാണ്. സോ ദ മീഡിയം, അതിന്റെ യൂസേഴ്സ് ആൻഡ് യൂസേഴ്സ്, അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള എഫക്റ്റ് എന്താണ്, എഫക്റ്റിന് ശേഷമാണ് എന്ത് പറയുന്നത്, അതിന്റെ അനാലിസിസ് അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നത് എവിടെയാണ്, ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതാണ് ആ ഒരു മാസ് മീഡിയ റിസർച്ചിന്റെ ഒരു ഓർഡർ വരുന്നത്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം പ്രസ് കൗൺസിൽ ആക്ട് ഓഫ് 1978 എന്ന് പറയുന്നത്, അതിന്റെ സെക്ഷൻ 13 എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്ട്സ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ കോർ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ ആ പറഞ്ഞിട്ടുള്ള പ്രസിന്റെയും അതുപോലെ തന്നെ ന്യൂസ് ഏജൻസീസിന്റെ ഫ്രീഡം ഓഫ് ദ പ്രസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു പർപ്പസും കൂടെ ഉണ്ട്. സോ ഇവിടെ നമുക്ക് എയും ബിയും സിയും ഡിയും ഒക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ദ പ്രസ്, മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് ഏജൻസീസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Conduct research and express opinion to the government in regard to enable and law concerning the press. Constitute a special committee to make on the spot settlement of complaints. Okay, അതിന് എന്തുണ്ട്, ഒരു കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ അത് നാലും എന്താണ്, നമ്മളുടെ ആ ഒരു സെക്ഷൻ 13ലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ, ദ 4th സ്റ്റേജ് ഈസ്, നമ്മൾ ഇങ്ങനെയായിരിക്കില്ല പഠിച്ചത്. അതായത് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷന്റെ 5 സ്റ്റേജസ് പറയുന്ന സമയത്ത് നമ്മൾ നോളജ് ഉണ്ട്, പെർസ്വേഷൻ ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ, അടുത്തത് എന്താണ്, ഡിസിഷൻ ആൻഡ് കൺഫർമേഷൻ എന്നുള്ളതാണ് വരുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റ്, ട്രയൽ, ഇവാലുവേഷൻ ആൻഡ് അഡോപ്ഷൻ എന്നുള്ള രീതിയിലാണ്. സോ ഇതില് NTA പറഞ്ഞിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പെർസ്വേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണല്ലോ, സോറി 4th സ്റ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 4th സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നോളജ്, പെർസ്വേഷൻ, ഇംപ്ലിമെന്റേഷൻ, ഡിസിഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് വരുന്നത്. സോ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ പ്രോഡക്റ്റ്, അത് യൂസ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ ആണ് അവിടെ പറയുന്നത്. സോ എന്താണ് 4th സ്റ്റേജ് എന്ന് പറയുന്നത്, ട്രയൽ ആയിട്ടാണ് ഇതിന്റെ ആൻസറിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MPEG 4 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മോഷൻ പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണ്. നമ്മൾ ഒരു തവണ ലാസ്റ്റ് ടേമിൽ നമ്മളോട് JPEG എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, JPEG എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ജോയിൻ ഫോട്ടോഗ്രാഫിക്സ് എക്സ്പെർട്ടൈസ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഇവിടെ മോഷൻ പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് തന്നു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ട്രൂ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇറ്റ് വാസ് ഹിസ്റ്റോറിക്കലി ദ ഡോമിനന്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ ഇന്റർനെറ്റ് വീഡിയോ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? MPEG-4 ഓഡിയോ ഫോർമാറ്റ്സ് ക്യാൻ ബി സെൻഡ് ആൻഡ് റിസീവ്ഡ് ഈസിലി. ഈസിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വന്നിട്ടുള്ളത്? ഇയും കറക്റ്റ് ആണ് അല്ലെ. ദിസ് ഫോർമാറ്റ് നീഡ്സ് ലെസ്സർ ബാൻഡ് വിഡ്ത്ത് സ്പേസ്. ഷെയർ ചെയ്യാൻ ഈസി ആണ്, അറ്റ് ദ സെയിം ടൈം എന്താണ് ലെസ്സർ സ്പേസ് ആണ് ഓർ ബാൻഡ് വിഡ്ത്ത് സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത് ഇതിന് റിക്വയർഡ് ആയിട്ടുള്ളത്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഈസി ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഈസി അല്ലേ. ബിക്കോസ് നമുക്ക് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4 ആണെന്നുള്ളതാണ് അല്ലെ. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഓൾ സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബട്ട് ബാക്കിയുള്ളതിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തെറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയാണ് പലർക്കും എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സാം ഹാളിൽ മേ ബി ഇത് കാണുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 20 ആണ് വരുന്നത്. പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22ലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ എന്താണ് നമുക്ക് ഒന്നറിയെങ്കിൽ മാത്രം നേരെ ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. Then എന്താണ് ക്രോൺബാറ്റ്സ് ആൽഫ uses the analysis of variance approach to assess. ഓക്കെ, ഇതില് മേ ബി നിങ്ങൾ ഈ ഒരു ടേം ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. മേ ബി കോഎഫിഷ്യന്റ് ആൽഫ എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ഇന്റേണൽ കൺസിസ്റ്റൻസി ഓഫ് എ മെഷർ എന്നുള്ളതാണ്. ഓക്കെ, ഇന്റേണൽ കൺസിസ്റ്റൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോഎഫിഷ്യന്റ് ആൽഫ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് അല്ലെ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഇതിൽ പറഞ്ഞത് പ്രകാരം എയും സിയും ഡിയുമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. മേ ബി അധികം ഫെമിലിയർ അല്ലാത്ത ടെർമിനോളജീസും ഇതിലുണ്ട്. നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഇസ് എ ലെവൽ ഓഫ് പ്ലേയിങ് ഫീൽഡ് ഫോർ ഓൾ യൂസേഴ്സ് ഓഫ് ഇന്റർനെറ്റ് ഫോർ ആക്സസിങ് ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെന്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ ടൂൾസ്. നമുക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. BitTorrent ഈസ് എൻ ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ്. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ആൻസറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഒന്നും എന്താണ് നമുക്ക് ചാലഞ്ചിനുള്ള ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടില്ല. ആകെ ഒരു പാരലൽ സിനിമ അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂ വേവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു ചാലഞ്ചിന്റെ ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക. മാസ് കമ്മ്യൂണിക്കേഷൻ ക്വാർട്ടർലി ഇതിൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ആ ഒരു ക്വാർട്ടർലി പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് വരുന്നത്? വായിച്ചു നോക്കുക. മാസ് മീഡിയ ആർ മോർ ഏജന്റ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ദാൻ കാഷ്വൽ ഏജന്റ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. Then the task of mass media is to accelerate social transformation. Uniform development strategy works in all circumstances. The mass media are both an index and agent of modernization in society. Spirit of modernity is essential prerequisite for economic growth. സോ എന്താണ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് കാലഘട്ടമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മീഡിയയുടെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. മീഡിയ ആർ മോർ ഏജന്റ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ദാൻ കാഷ്വൽ ഏജന്റ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്ക് സി ഒഴികെ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. യൂണിഫോം ഡെവലപ്മെന്റ് സ്ട്രാറ്റജി വർക്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. അത് ലോജിക്കലി ഇത് കറക്റ്റ് അല്ല അല്ലെ. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക എന്നുള്ളത് അവിടെ എന്താണ് നമുക്ക് പോസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ?
Which option from the following is used to adjust a camera's black level, white level and gamma? Black level, white level and gamma സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാമറ കാലിബ്രേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അവിടെ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതും നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് അവർക്ക് ചോദിക്കാനുണ്ട്. സ്റ്റിൽ അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഫേസ്ബുക്കും ലിങ്ക്ഡിനും ട്വിറ്ററും അതുപോലെ തന്നെ യൂട്യൂബും ഒക്കെ ആണ്. അപ്പൊ യൂട്യൂബിന്റെ നമ്മളൊരു സീക്വൻസ് ക്വസ്റ്റ്യനിലും യൂട്യൂബ് കണ്ടിട്ടുണ്ട്. ക്രോണോളജി ക്വസ്റ്റ്യനിൽ യൂട്യൂബ് കണ്ടു. ഇവിടെ ഫേസ്ബുക്ക് കണ്ടു. ഇവിടെയും നമുക്ക് ഫേസ്ബുക്ക് കാണാം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് 2004 ആണ്, ട്വിറ്റർ 2006 ആണ്, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് 2010 ആണ്, യൂട്യൂബ് 2005 ആണ്, ലിങ്ക്ഡിൻ ഒഫീഷ്യലി എന്താണ് പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നത് 2003 ബട്ട് ഫൗണ്ടഡ് ഇൻ 2002 എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിൽ അമേരിക്കൻ ജേർണലിസത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈം മാഗസീൻ വാസ് ഫൗണ്ടഡ് ബൈ ഹെൻറി ലൂസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹെൻറി ലൂസ് ആൻഡ് ബ്രിട്ടൻ ഹെയ്ഡൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്, ടൈം മാഗസീൻ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യാഹോ അതിന്റെ ഒറിജിനൽ പേര് സ്വിഫ്റ്റ് ഗൈഡ് ടു വേൾഡ് വൈഡ് വെബ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? സ്വിഫ്റ്റ് ഗൈഡ് എന്നുള്ളതായിരുന്നില്ല, പകരം ജെറി ആൻഡ് ഡാവിഡ്സ് ഗൈഡ് ടു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് യാഹു ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമുക്ക് മനസ്സിലായല്ലേ, അതായത് സ്വിഫ്റ്റ് എന്നുള്ളതല്ല, ജെറി ആൻഡ് ഡാവിഡ് അതിന്റെ ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഗൈഡ് ടു വേൾഡ് വൈഡ് വെബ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ എ ഒഴിവാക്കിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ 3 എണ്ണമാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണെന്ന് NTA പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? സോ അടുത്തത് നോക്കുക. AI systems have the ability to initiate a thought and evaluate reasoning. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും AI can or AI have the ability to initiate a thought എന്നുള്ളത്. സോ നമുക്ക് അറിയാൻ പറ്റൂലേ AI ടെക്നോളജി ഒക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനൊക്കെ ഇൻപുട്ട് കൊടുത്ത് അതിനൊക്കെ ഫീഡ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ കിട്ടുന്നത്. സോ AIക്ക് എന്താണ് ആ ഒരു തോട്ട് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അത് എന്താണ് തീർത്തും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ദെൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നുള്ളതും കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. പിക്കാബോ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. സ്നാപ്ചാറ്റ് ബിഗാൻ ആസ് എൻ ഏർലിയർ ആപ്പ് നോൺ ആസ് പിക്കാബോ എന്നുള്ളത് സ്നാപ്ചാറ്റിന്റെ ആദ്യത്തെ പേരാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചെറിയ രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. അതായത് നമുക്കറിയാം ദോ ബിഗാ ജമീൻ എന്ന് പറയുന്നത് ബിമൽ റോയുടെ മൂവിയാണ്, കുറച്ചുകൂടെ റീസെന്റ് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 1930 ആരുടെ ഫിലിമാണ്? നമ്മുടെ ദാദാസാഹബ് ഫാൽക്കെയുടെ ഫിലിമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ് രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത്. അലമാരയിലേക്ക് വരുന്ന അലം ആറാണ് കേട്ടോ. അലമാര എന്ന് പറയുന്നത് അർദേശി ററാനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ടോക്കി ഫിലിമാണ് അല്ലെ, ഫസ്റ്റ് സൗണ്ട് ഫിലിമാണ് അലമാര എന്ന് പറയുന്നത്. ദെൻ ഗോപി കിഷാൻ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് റിട്ടേൺഡ് എന്ന് പറയുന്ന മൂവീസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. കാരണം അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേ ബി ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇംഗ്ലണ്ട് റിട്ടേൺഡ് ആണോ ആദ്യം വരാന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഇംഗ്ലണ്ട് റിട്ടേൺഡ് എന്ന് പറയുന്നത് 1921 മൂവിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗോപി കിഷാൻ എന്ന് പറയുന്നത് 1994 ആ മൂവി വരുന്നത്. സോ ഇതിന്റെ അകത്ത് എന്താണ് ഗോപി കിഷാൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വരുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ദോ ബിഗാ ജമീൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു ബിമൽ റോയുടെ മൂവിയാണ്, 1953 ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സും അവരുടെ മൂവീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സത്യജിത് റേയും ബിമൽ റോയും ദാദാസാഹബ് ഫാൽക്കെയും ഒക്കെ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വച്ഛതാ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹൂ ഗേവ് ദ ടാഗ് ലൈൻ ഏക് ഖദം സ്വച്ഛതാ കി ഓർ എന്ന് പറയുന്നത് അല്ലെ, ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് ക്ലെൻലിനെസ് എന്ന് പറയുന്നത് അല്ലെ. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആരാണ് ഈ ഒരു ടാഗ് ലൈൻ കൊടുത്തേന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്കൊന്നും നമ്മൾ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. അപ്പം ഏക് ഖദം സ്വച്ഛതാ കി ഓർ എന്ന് പറയുന്ന ടാഗ് ലൈൻ ഇറ്റ് വാസ് ഗിവൺ ബൈ ഭാഗ്യശ്രീ ഷേത്ത് എന്നുള്ളതാണ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നിങ്ങൾ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് അവൈലബിൾ ആണ്. 99ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇന്റർനെറ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത് ശരിയാണ് വരുന്നത്. നെറ്റ്വർക്ക്സ് ആർ മോസ്റ്റ്ലി പ്രൈവറ്റ് ഇൻ നേച്ചർ.
അത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പ്രൈവറ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവർ ത്രൂ എന്താണ് ISP. അത് എന്താണ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ സ്കെയിൽ it is open on an international scale, which makes it difficult to protect from hackers and viruses. That's also true. എയും സിയും ഡിയും ആണ് ട്രൂ വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൺലി പാർട്ട് ഓഫ് വേൾഡ് വൈഡ് വെബ് എന്നുള്ളത്, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിന്റെ ഒരു പാർട്ട് മാത്രമാണെന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ദ വേൾഡ്? ഓക്കെ, വേൾഡിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ടു ഗോ ഓൺലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൊളംബസ് ഡിസ്പാച്ച് ഇൻ 1980 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്? മേ ബി നിങ്ങളെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആക്കിയോ എന്നറിയില്ല. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഹൗ ക്ലോസ് ദ ഡേറ്റ ഫ്രം എ സാമ്പിൾ ആർ ടു ദ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമ്മൾ ഈസി ആയിട്ടായിരിക്കും സാമ്പിളിംഗ് എററിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഒന്നുകൂടെ എന്താ പറയാ, അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ വാല്യൂസ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് വാല്യൂസ് ഡിറൈവ്ഡ് ബൈ യൂസിങ് സാമ്പിൾസ് ഫ്രം ദ പോപ്പുലേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത് സാമ്പിളിംഗ് എറർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ എന്താണ് ഹൗ ക്ലോസ് ദ ഡാറ്റ ഫ്രം എ സാമ്പിൾ ഓക്കെ ഈസ് ടു ദ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നമ്മൾ മാരത്തോണിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാം ഡിസ്കസ് ചെയ്തതല്ല കേട്ടോ. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ബുദ്ധിപ്രകാശാണ്. ബുദ്ധിപ്രകാശിനെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? മുൻഷി ശത ശുക്ൽ എന്നുള്ള രീതിയിൽ, ശുക്ലാൽ എന്നുള്ളതല്ല ശുക്ൽ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. നമ്മുടെ റെഫർ ചെയ്യേണ്ട ബുക്കായിട്ട് പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ബംബോധിനി പത്രിക എന്ന് പറയുന്നത് കേട്ടോ. ബംബോധിനി പത്രിക ആരുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ബംബോധിനി പത്രിക എന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്ര ദത്തയായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തത് വരുന്നത് സരസ്വതിയാണ്. സരസ്വതി എന്ന് പറയുന്നത് ചിന്താമണി ഘോഷാണ്. അതുപോലെ തന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇന്ദ്രപ്രകാശ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഹിന്ദി ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആണ് ഇന്ദ്രപ്രകാശ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ പ്രൊക്ലൈംഡ് ദ ക്രെഡോ ഓഫ് ദ പ്രസ്? കമന്റ് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സീക്രട്ട്. ആരാണ് അത് പറഞ്ഞിട്ടുള്ളതെന്നാണ്? ഓക്കെ, CP സ്കോട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. കമന്റ് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് എന്ന് പറയുന്നത് ദേ ആർ സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സുബ്ബറാവ് served as a journalist or editor in which among the following publications എന്നുള്ളതാണ്. ഓക്കെ, ഖാസ സുബ്രാവ് എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിനുണ്ട്. സോ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇ വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഇന്ത്യൻ എക്സ്പ്രസ്, സ്വതന്ത്ര, സ്വരാജ്യ, ഫ്രീ പ്രസ് ജേർണൽ, അതുപോലെ തന്നെ എന്താണ് വീണ്ടും സ്വരാജ്യ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്. അതായത് എഡിറ്റർ ആയിട്ടും ജേർണലിസ്റ്റ് ആയിട്ടും എഡിറ്റർ ആയിട്ടും. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ജേർണലിസ്റ്റ് ആയിട്ട്, സ്വതന്ത്ര എഡിറ്റർ ആയിട്ട്, അതുപോലെ തന്നെ സ്വരാജ്യ എന്താണ് വന്നിട്ടുള്ളത്? സ്വരാജ്യ ജേർണലിസ്റ്റ്, ഫ്രീ പ്രസ് ജേർണൽ എഡിറ്റർ, സ്വരാജ്യ ജേർണലിസ്റ്റ്, ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റർ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? നമ്മളുടെ ഖാസ സുബ്രാവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 105ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് ഈസി ആക്കാനുള്ളൊരു ഹിന്റ് നമുക്ക് ഇതിലുണ്ടായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രതാപ് ന്യൂസ് പേപ്പർ ഫ്രം കാൺപൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രതാപിനെ കാൺപൂറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിരുന്നു. എന്താണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പ്രതാപ് ന്യൂസ് പേപ്പർ വാസ് സ്റ്റാർട്ടഡ് ഫ്രം കാൺപൂർ എന്ന് പറയുന്നത്. ദെൻ ദൈനിക് ഭാസ്കർ എന്ന് പറയുന്നത് ഭോപ്പാൽ ആണ് വരുന്നത്. ദെൻ എന്താണ്? രാഷ്ട്രീയ സഹാര എന്ന് പറയുന്നത് എല്ലാ പത്രങ്ങളും മേ ബി നിങ്ങൾക്ക് അധികം ഫെമിലിയർ ആയിരിക്കില്ല. രാഷ്ട്രീയ സഹാര എന്ന് പറയുന്നത് ലക്നൗ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അമർ ഉജാല എന്ന് പറയുന്നത് ഇറ്റ്സ് പബ്ലിക്കേഷൻ വാസ് സ്റ്റാർട്ടഡ് ഫ്രം എവിടെയാണ്? ആഗ്രയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വളരെ സിമ്പിളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുള്ളതുമാണ്. Which article of the Indian Constitution allows or permits freedom of speech in Parliament? ഓക്കെ, ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ പാർലമെന്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. നോ മെമ്പർ ഷാൾ ബി ലേബിൾ ഫോർ എനി ലീഗൽ പ്രൊസീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 105 എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ GRF ക്ലബിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? എയും ഡിയും ഇയുമാണ്. എ എന്ന് പറയുന്നത് സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജീസ് ക്ലെയിം ദാറ്റ് ടെക്നോളജീസ് ആർ കണ്ടിന്യൂസ്ലി റീമെയ്ഡ് ബൈ ദ തിങ്സ് യൂസേഴ്സ് ഡു വിത്ത് ദം. നിങ്ങൾക്ക് വളരെ എന്താ പറയാ പ്രൂഫ് വെച്ചിട്ട് അല്ലെങ്കിൽ എവിഡന്റ് ആണ് അല്ലെ ടെക്നോളജി എന്താവുന്നുണ്ട്, യൂസേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് ഇപ്പം നമുക്ക് വാട്സപ്പിൽ വരുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എ ഐയുടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻസ്, ജെമിനി, മെറ്റ, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ യൂസേഴ്സ് എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പ്രപ്പോസസ് ദാറ്റ് ടെക്നോളജി ഹാവ് നോ പവർ ടു ഡ്രൈവ് ഹ്യൂമൻ ആക്ഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പറയുന്നത് തന്നെ എന്താണ്? ടെക്നോളജിക്ക് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന സംഗതിയാണ് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഹാവ് നോ പവർ ടു ഡ്രൈവ് ഹ്യൂമൻ ആക്ഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദ ലിമിറ്റഡ് എഫക്ട് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ് മീഡിയ ഹാസ് ഡയറക്റ്റ് ആൻഡ് യൂണിഫോം ഇൻഫ്ലുവൻസ് ഓൺ ഓഡിയൻസ്. അതും എന്താണ്? വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ലിമിറ്റഡ് എഫക്ട് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മീഡിയയുടെ ലിമിറ്റഡ് എഫക്റ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് മുന്നേ വന്നിട്ടുള്ള മാസ് സൊസൈറ്റി തിയോറി അല്ലെങ്കിൽ ഹൈപ്പഡമിക് നീഡിൽ തിയോറികളാണ് പറയുന്നത് മാസ് മീഡിയക്ക് എന്തുണ്ട്? ഡയറക്റ്റ് എഫക്ട് ഉണ്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഈസിലി കൺക്ലൂഡ് ദാറ്റ് എയും ഡിയും ഇയുമാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ രണ്ടാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലെങ്കിലും ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്ഫിയർ അല്ലെങ്കിൽ പബ്ലിക് സ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെർബമാസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ A4 വരുന്നത്. A4 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനെ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. അടുത്തത് ടെക്നോളജീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റൽ ഡി സോലാപൂൾ ആണ് വരുന്നത്. ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സി എന്ന് പറയുന്നത് മീഡിയ ലോജിക് എന്ന് പറയുന്നത് ആൽറ്റേഡേസ് ആൻഡ് സ്നോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് തിയോറി ഓഫ് ദി പ്രസ് എന്ന് പറയുന്നത് പിക്കാർഡ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പേരുകളും എല്ലാ കൺസെപ്റ്റുകളും നമുക്ക് ഫെമിലിയർ അല്ലെങ്കിലും സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഹെർബമാസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് വളരെ ക്ലോസ് അസോസിയേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത് DAVP, DFP ആൻഡ് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ വാസ് മെർജ്ഡ് ആൻഡ് ക്രിയേറ്റഡ്. എന്താണ് ക്രിയേറ്റ് ചെയ്തത്? സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് നേരെ തിരിച്ചാണ് ചോദിച്ചത്. ദ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വാസ് ക്രിയേറ്റഡ് ഇൻ 2017 ബൈ ഇന്റഗ്രേറ്റിംഗ്. ഏതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? നോക്കുക, DAVP, DFP അതുപോലെ തന്നെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ മേർജ് ചെയ്തിട്ടാണ്. DAVP എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി ആണ്. ദെൻ എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് ഫീൽഡ് പബ്ലിസിറ്റി ആണ് DFP, സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ. ഇത് മൂന്ന് മേർജ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ CBC 2017 ഉണ്ടായിട്ടുള്ളത്. ദെൻ ഗോ റെഡ് ഫോർ വിമൻ ഇൻ ദ US. അത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ 2004 നടത്തിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഇൻ വിമൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ വിമനിലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, അതിന്റെ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, കൺട്രോൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന 2004 നടന്നിട്ടുള്ള US-ന്റെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ആണ് കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത് എന്താ പറയാ ഗോ റെഡ് ഫോർ വിമൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പയിനെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടായിരിക്കുക. ബേസിക് ആയിട്ട് എന്താ പറയാ ഇന്ത്യനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എപ്പോഴും മുന്നേ ചോദിച്ചിരുന്ന എന്നാ നമ്മളോട് അത്ര ഈസി വേണ്ടാന്ന് വിചാരിച്ചിട്ട് 2 ടേമിൽ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റിസർച്ചിന്റെ സ്റ്റെപ്സ് ആണ് വളരെ ബേസിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം എന്നുള്ളതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതിൽ ആദ്യം വരുന്നത്. എന്താണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ത് ചെയ്യാന്നുള്ളതാണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യാന്നുള്ളതാണ് ആദ്യം വരുന്നത് അല്ലെ. അപ്പൊ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആദ്യം വരുന്ന 2 ഓപ്ഷൻസേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പൊ ഇതില് ABCED എന്നുള്ളതും ABCDE എന്നുള്ളതും മേ ബി കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയില്ല, കാരണം എളുപ്പമാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാവും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് ആദ്യം വരുന്നത്. ദെൻ ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാം. ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മെത്തഡോളജി ഡിസൈഡ് ചെയ്യുന്നത്. ഏത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്നത്. ആൻഡ് ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും നടക്കുന്നത്. സോ ഈ കഴിഞ്ഞിട്ടാണ് D വരിക എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 1 ആണ്. 111ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുണ്ട്.
112ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് ഫസ്റ്റ് മോഡേൺ അഡ്വർടൈസിംഗ് ഏജൻസി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് NW Iyer & Son. NW Iyer & Son എന്നുള്ളതാണ് മോഡേൺ അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് നമ്മളോട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ പറഞ്ഞിട്ടുള്ള, എന്നാൽ ലാസ്റ്റ് ടേമിൽ ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് ടേം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആക്കിയതാണെന്ന് തോന്നി. അപ്പൊ അത് ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് ഇനി ആക്ടുകളുടെ ക്രോണോളജി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് JRF ക്ലബുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. RTI എന്ന് പറയുന്നത് 2005 വരുന്നത്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് 1995 വരുന്നത്. കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത് 1957 വരുന്നത്. ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? 1952 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് വരിക എന്താണ്? ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് ആണ്. പ്രസാർ ഭാരതി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ക്രോണോളജിയിൽ കണ്ടു, പ്രസാർ ഭാരതി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. സോ 1990 പ്രസാർ ഭാരതി വരുന്നത്. സോ നമുക്ക് എങ്ങനെയാണ്? D ആണ് ആദ്യം വരിക, പിന്നീട് C ആണ് വരുന്നത്, ദെൻ എന്താണ് വരുന്നത്? നമ്മളുടെ പ്രസാർ ഭാരതിയാണ്. CDEBA എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. സോറി, D ആണ് ആദ്യം വരിക. 52 ആദ്യം വന്നിട്ടുള്ളത്. അപ്പം DC then EBA അല്ലെ. DCEBA എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ ഒരു ടിപ്പായിട്ട്. ഇതൊക്കെ ആദ്യം തന്നെ എഴുതി വെക്കുക. ഇതാണ് നമ്മൾ എഴുതി വെച്ചിട്ട് ഈ ഓപ്ഷൻ ആണ് കറക്റ്റ്. DCEBA അതിലുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is the term used to describe the process of adjusting the time of a video clip to match the beat of music track? വീഡിയോ ക്ലിപ്പിന്റെ എന്താ പറയാ, വീഡിയോ ക്ലിപ്പിനെ അതിന്റെ മ്യൂസിക് ബീറ്റുമായിട്ട് അല്ലെങ്കിൽ മ്യൂസിക് ട്രാക്കുമായിട്ട് മാച്ച് ചെയ്യുന്നതിന്, അല്ലെ മ്യൂസിക് ട്രാക്കിന്റെ ആ ഒരു ബീറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ് ആണ് ബീറ്റ് മാച്ചിങ് എന്ന് പറയുന്നത്. അതും കറക്റ്റ് ആണ്. അടുത്തത്, അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് പ്രോസസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ഇറ്റ് വാസ് ഓൾസോ സിമ്പിൾ വൺ, നമുക്ക് ലോജിക് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക? PR പ്രോബ്ലം ഡിഫൈൻ ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്നത് പ്ലാനിങ് പ്രൊസീജിയർ ആണ് അല്ലെ. പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നത്. ദെൻ ടേക്കിംഗ് ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അടുത്തത് ആക്ഷനിലേക്കാണ് പോകുന്നത്. ആക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അഡ്വർടൈസിങ് ക്യാമ്പയിനിങ്ങിന്റെ ഒക്കെ ഒരു സ്റ്റെപ്പ് പോലെ തന്നെയാണല്ലേ PR-ൻ്റെതും വരുന്നത്. നമ്മളത് വൺസ് ഇറ്റ് ഇസ് പുട്ട് ഇൻ ടു ആക്ഷൻ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ ജേർണലിസത്തിന്റെ ഒരു ഹിസ്റ്ററിയിൽ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. The first investigative story of its kind regarding the burglary at the Watergate appeared in which newspaper? വാട്ടർഗേറ്റ് സ്കാൻഡൽ ഏത് ന്യൂസ് പേപ്പറിലാണ് ആദ്യം വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത് നടക്കുന്നത് 1972 അമേരിക്കയിലാണ്. അത് റിവീൽ ചെയ്തിട്ടുള്ളത് അല്ലെ, ഓൾ ദ പ്രസിഡന്റ്സ് മെൻ എന്ന് പറയുന്ന ബുക്കും ഫിലിമും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് വാഷിംഗ്ടൺ പോസ്റ്റ് ജേർണലിസ്റ്റുകളായിട്ടുള്ള ബോബ് വുഡ്വേർഡ് ആൻഡ് കാൾ ബേൺസ്റ്റീൻ ആണ്. സോ അവര് വർക്ക് ചെയ്തിട്ടുള്ളത് വാഷിംഗ്ടൺ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടാവും. നോട്ട് ട്രൂ അബൌട്ട് എക്സിബിഷൻ വിച്ച് ഇസ് കൺസിഡേർഡ് ആസ് എ PR ടൂൾ. എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരു PR ടൂൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാലോ, നോർമലി ഉള്ള പ്രദർശനം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സിബിഷൻ ആസ് എ PR ടൂൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. സോ എന്താണ്? ദ ഐറ്റം ഡിസ്പ്ലേഡ് ലീവ്സ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. നിങ്ങൾ ഒരു എക്സിബിഷന് പോയതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. ഇൻവോൾവ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഓൺ ലാർജ് സ്കെയിൽ. കറക്റ്റ് ആണോ നോക്കുക. പ്രൊഡക്ട്സ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ എ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ. അതൊക്കെ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണ്. ബട്ട് ഇറ്റ് ക്യാൻ ട്രിഗർ ഓഫ് സെയിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് തെറ്റാണ് അല്ലെ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു എക്സിബിഷന് പോയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ തന്നെ ഒന്ന് സെല് ചെയ്യാന്നുള്ളൊരു പേർപ്പസ് ആയിരിക്കില്ല. അത്യാവശ്യം വിലയൊക്കെ കൂടുതലായിരിക്കും. സ്റ്റിൽ എന്താണ്, അത് ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ, റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത്. അത് ഡിയും ഇയും ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ ട്രാക്ക് എന്ന് മാറിപ്പോയി. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ട് ട്രൂ എന്നുള്ളതാണ് അല്ലെ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ D and D വരുന്ന 3 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നോട്ട് കാണുക, നോട്ട് എന്നുള്ളത് മൈൻഡിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. അങ്ങനെ ആയിരിക്കും മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവുക, മിസ്റ്റേക്സ് ഇത്തവണ പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത് അടുത്തൊരു എക്സാമിലേക്ക് അത് റിയലൈസ് ചെയ്യാന്നുള്ളതാണ്.
ദെൻ മാഗസീൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനില്ലെങ്കിൽ പോലും ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ, അതുപോലെ തന്നെ ഔട്ട്ലുക്ക്, ഫ്രണ്ട് ലൈൻ, ഇത് മാത്രം വെച്ചിട്ട് ഒരു ക്രൊണോളജി ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് മുന്നേ, ക്രൊണോളജി അല്ല ടേബിൾ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വി കൻ ഈസിലി ആൻസർ. കാരണം ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ആണ് അതിൽ ആദ്യം വരുന്നത്, 1880 വരുന്നത്. ഫിലിം ഫെയർ എന്ന് പറയുന്നത് 1972 ആണ്. പിന്നെ വരുന്നത് ഇന്ത്യ ടുഡേ ആണ് 1975 എന്ന് പറയുന്നത്. ഫ്രണ്ട് ലൈൻ 1984, ഔട്ട്ലുക്ക് ആണ് ഇതിൽ ലേറ്റസ്റ്റ് വരുന്നത്, 1995 എന്ത് വരുന്നത്, ഔട്ട്ലുക്ക് വരുന്നത്. സോ ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലിയും ഫ്രണ്ട് ലൈനും ഔട്ട്ലുക്കും ഒക്കെ എന്ത് ചെയ്ത് ഫിലിം ഫെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, 1952 വരുന്നത്. സോ നമ്മുടെ ആ ഒരു സിനിമറ്റോഗ്രാഫ് ആക്ട്, ഫിലിം ഫെയർ മാഗസിൻ 1952 എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് കുറച്ച് സ്കോളേഴ്സും അവരുടെ വർക്ക്സും തന്നിട്ടുണ്ട്. മേ ബി നമുക്ക് ഫെമിലിയർ ആയിരിക്കും, എന്നാൽ നമുക്കൊരു സിലബസിൽ എവിടെയും കവർ ചെയ്യാനില്ലാത്തൊരു ഏരിയ ആയിരുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിച്ചാർഡ് ഹോഗർട്ട് എന്ന് പറയുന്നത് യൂസസ് ഓഫ് ലിറ്ററസിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ ടോമിൽസൺ മീഡിയ മോഡേണൈസേഷൻ എന്നുള്ള ടേം ആണ് ഓർ വർക്ക് ആണ് വരുന്നത്. ദെൻ എന്താണ് മിക്കിൽഡെ ക്രീറ്റോ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, എന്താണ് വരുന്നത്, ദ പ്രാക്ടീസ് ഓഫ് എവറിഡേ ലൈഫ് ആണ് അദ്ദേഹത്തിന്റെ വർക്ക് വരുന്നത്. ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗോഫ്മാന്റെ വർക്കിനെ കുറിച്ചാണ് അല്ലെ. ഗോഫ്മാൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏതാണ് വന്നിട്ടുള്ളത്? യെസ്, ദ പ്രസന്റേഷൻ ഓഫ് സെൽഫ് ഇൻ എവറിഡേ ലൈഫ് എന്നുള്ളതാണ്. സോ ഓതേഴ്സിന്റെയും ബുക്സിന്റെയും കാര്യത്തിൽ എനിക്ക് ഒരേ ട്രാക്കിലേക്കാണ് പോകുന്നത്. എന്താണ് അത്ര ടഫായിട്ടുള്ളതല്ലെങ്കിലും എന്താണ് പുതിയ പുതിയ ഓതേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താണ് ക്യൂ ഷീറ്റ് ഇൻ പ്രൊഡക്ഷൻ? ഓക്കെ, റേഡിയോ പ്രൊഡക്ഷനിൽ എന്താണ് ക്യൂ ഷീറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ദ എൻറ്റയർ പ്രോഗ്രാം. ഓക്കെ, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യൂ ഷീറ്റ് എന്ന് പറയാ. സോ ഇത്തവണ കുറച്ചുകൂടി ഈസി ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ആൻസർ. അതിൽ എനിക്ക് ഒരുപാട് തെറ്റിച്ചിട്ടില്ല, ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് മസ്റ്റ് ബി പ്രസന്റ് ഫോർ ലൈബൽ ടു ബി ആക്ഷനബിൾ? നമുക്കറിയാം ഡിഫമേഷൻ പഠിക്കുന്ന സമയത്ത് ലൈബലും സ്ലാൻഡറും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലൈബലിനെ തന്നെ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലൈബൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ലൈബൽ എന്ന് പറയുന്നത്, സ്പോക്കൺ വേർഡ്സിലൂടെയുള്ളതാണ്. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ റിട്ടൺ ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് ആക്ഷനബിൾ ആവുക. ലൈബലിനെ കുറിച്ച് ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊക്കെ ലൈബലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. എ ബി സി ഡി ആൻഡ് ഡി എന്ന് പറയുന്നത്. ഡിഫമേറ്ററി മെറ്റീരിയൽ, ഓക്കെ, മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേറ്റഡ് ടു എ തേർഡ് പാർട്ടി. There must be a communication of a false statement. Plaintiff is identified by name or otherwise. Plaintiff's reputation was hurt. Defamatory statement was published with negligence. So, ആ ഒരു റിട്ടേൺ ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ തിരിച്ചാണ് പറയാൻ തോന്നുന്നു. ലൈബലും സ്ലാൻഡറും മനസ്സിലാക്കുക. റിട്ടേണും അതുപോലെ തന്നെ ലൈബൽ എന്ന് പറയുന്നത് റിട്ടേണും സ്ലാൻഡർ എന്ന് പറയുന്നത് എന്താണ്, സ്പോക്കണുമാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ എന്നൊരു ഡൗട്ട്, അത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അതാണ് നമ്മുടെ 121ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. പലപ്പോഴും നമ്മൾ വാലിഡിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതാണ് പഠിക്കുന്നത് അല്ലെ. അതായത് ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് അക്രോസ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ് അല്ലെ. ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് അക്രോസ് പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പോലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് അസിസ്റ്റൻഷ്യലിസം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് അവിടെ അദ്ദേഹം പറഞ്ഞത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹായിച്ചുകൊണ്ട് അവരെ മോർ ഡിപ്പെൻഡന്റ് ആക്കുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ്, അപ്പൊ അത് അവിടെ എന്താണ്, ഒരു ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്, സോറി, ബോട്ടം അപ്പ് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സോ ബോട്ടം അപ്പ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, ആ ഒരു അസിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത 124ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീരിയൽസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ സോപ്പ് ഓപ്പറാസ് എന്നറിയപ്പെടുത്തിരുന്ന സംഭവങ്ങളും അവരുടെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് വന്നിട്ടുള്ളത്. അതായത് രാമായണം എന്ന് പറയുന്നത് രാമാനന്ദ് സാഗർ എന്നുള്ളത്, മഹാഭാരത് BR ചോപ്ര,
ദെൻ എന്താണ് ഹംലോഗ് എന്ന് പറയുന്നത്? ഹംലോഗ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? കുമാർ വാസുദേവ് ആണ്. ബുനിയാദ് എന്ന് പറയുന്നത് മനോഹർ ശ്യാം ജോഷിയാണ്. അപ്പോൾ ഇതാണ് എന്ത് വന്നിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. മേ ബി നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി സ്ലീപ്പർ എഫക്റ്റ് എന്ന് പറയുന്നത് കോയിൻ ചെയ്തിട്ടുള്ളത് കാൾ ഹോവ്ലാൻഡ് ആണ്. ഡെഫിനിഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കുക, ചിലപ്പം അതുമായി ബന്ധപ്പെട്ടായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അടുത്തൊരു ബുക്ക് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നുള്ളതാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ നീരജ ചൗധരി എന്നുള്ളതാണ്. ഒന്നാമത്തെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാർക്കോണിക്ക് റേഡിയോയുടെ ഇൻവെന്റർ അല്ലെ, മാർക്കോണിക്ക് നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് കൂടെ ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത് ഇൻ ഫിസിക്സ് എന്നുള്ളതാണ്? കാൾ ഫെർഡിനൻഡ് ബ്രൗൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, കാൾ ഫെർഡിനൻഡ് ബ്രൗൺ, യെസ് ബ്രൗൺ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഫെമിലിയർ അല്ലാത്ത കുറച്ച് ബുക്സ് ആയിരിക്കും. മേ ബി ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ബുക്സ് ആയിരിക്കും, എന്നാൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ബുക്സിനെ കുറിച്ച്. പേരുകൾ തന്നെ നമുക്ക് എന്താണ് വായിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഒന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് NTA പറഞ്ഞിട്ടുള്ളത്, A4 എന്നുള്ളതാണ്. ഓക്കെ, ഇത് പേര് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം എന്നുള്ള രീതിയിലാണ്. മാജോറിയോ ഫെർഗസൺ എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. ദ കൾട്ട് ഓഫ് ഫെമിനിറ്റി എന്നുള്ളതാണ്. ദെൻ എന്താണ് ഫിലോ ടൈലർ ഫ്രാൻസ്വർത്ത് ആണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്. അവരുടെ വർക്ക് ഇമേജ് ഡിസെക്ടർ എന്നുള്ളതാണ്. ദെൻ എന്താണ് അംബർട്ടോ ഇക്കോ, അവരുടെ വർക്ക് എന്താണ് വരുന്നത്? ദ ലിമിറ്റ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ദെൻ ഗ്രോൺലെറ്റ് ഡാവിഡ് എന്ന് പറയുന്നത് മീഡിയ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. സോ ഫെമിനിറ്റി അല്ലെങ്കിൽ മീഡിയ ജെൻഡർ ഐഡന്റിറ്റി, ആ ഒരു വർക്കിന്റെ പേര് പോലെ തന്നെയാണ് കുറെ വർക്ക്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസ്ട്രക്ട്സ് എക്സ്പ്ലെയിൻ വെബ് 2.0? വെബ് 2.0 ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് വരുന്നുണ്ട്, യൂസർ ആഡഡ് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. സ്റ്റാറ്റിക് കണ്ടന്റ് എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തോന്നുന്നു എലിമിനേഷൻ മെത്തേഡിലൂടെ തന്നെ കിട്ടും. ഇന്ററാക്ഷൻ ഓറിയന്റേഷൻ വരുന്നുണ്ട്, പേഴ്സണലൈസേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഓപ്ഷൻ 2 ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് സിനിമ മൂവ്മെന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ, അല്ലെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാലഘട്ടങ്ങൾ എന്ന് പറയാൻ പറ്റും. സിനിമ വെറൈറ്റി അല്ലെങ്കിൽ ഫിലിം നോയർ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഫിലിം ആണ് അല്ലെ. ഇവിടെ നമുക്ക് ഫിലിം നോയർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ജർമ്മൻ എക്സ്പ്രഷനിസം ഒക്കെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് സ്റ്റൈലാണ് ആസ് ഇൻ ജർമ്മൻ എക്സ്പ്രഷനിസം. സോ ഫിലിം നോയർ എന്ന് പറയുന്നത് വി ക്യാൻ കണക്ട് ടു 2 എന്ന് പറയുന്നത് അല്ലെ. ഫിലിം നോയർ എന്ന് പറയുന്നത് 2 ആണ് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ D2 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കുക? 2 എണ്ണം നമുക്ക് കാണാൻ പറ്റും. അടുത്തത് അനാർക്കിസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, അനാർക്കി എന്ന് പറയുന്ന ടേം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. അവിടെ ഉദ്ദേശിക്കുന്നത് ആന്റി അതോറിറ്റേറിയൻ എലമെന്റ് ഉണ്ട്. സോ A4 D2 വരുന്ന ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ മതി. അപ്പോ നമുക്കിവിടെ മനസ്സിലാവും എന്താണ് ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ വരുന്നത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് കുറച്ചുകൂടെ ഭയങ്കര ഫാക്ച്വൽ ആണല്ലേ നമ്മൾ പഠിക്കുക. ആരാണ് നെറ്റ്ഫ്ലിക്സ് ഫൗണ്ട് ചെയ്തത് അറിയെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കിട്ടി. റീഡ് ഹേസ്റ്റിംഗ്സ് ആൻഡ് മാർക്ക് റാൻഡോൾഫ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നെറ്റ്ഫ്ലിക്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പഠിച്ചു വെക്കട്ടോ, അടുത്തൊരു ടേമിന് നമ്മളോട് ചോദിക്കും. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെബ് കോൺഫറൻസിങ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്കറിയാം ഗൂഗിൾ മീറ്റും മൈക്രോസോഫ്റ്റ് ടീംസും വെബക്സും സൂമും ഒക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കോൺഫറൻസിങ്. ഇവൻ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നത് സൂമിൽ ക്ലാസ് എടുക്കാറുണ്ട്, ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കാറുണ്ട്, വലിയ വലിയ ബിസിനസ് കമ്പനീസിലൊക്കെ മീറ്റിംഗ്സ് വെബക്സ് മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ട്വിറ്റർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൈക്രോ ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അല്ലെ. സോ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? എയും ബിയും സിയും ഡിയും വരുന്ന ഓപ്ഷൻ 3 ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ട്വിറ്റർ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്താണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്. ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് GS രാജ്യാധ്യക്ഷയായിരുന്നു, നോട്ട് ചലപതി റാവു. അടുത്തത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966 or 1966 എന്ന് പറയുന്നത്. ആൻഡ് ദ ചെയർമാൻ ഓഫ് ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് സെക്കൻഡ് പ്രസ് കമ്മീഷൻ വാസ് ജസ്റ്റിസ് GS രാജ്യാധ്യക്ഷ. അതും എന്താണ് തെറ്റാണ്.
നമുക്കറിയാം 1978 സെക്കൻഡ് പ്രസ് കമ്മീഷൻ വരുന്നു. 1980 അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ മാത്യുവും 1978 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് PC ഗോസ്വാമിയുമായിരുന്നു. സോ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് October 28, 1950 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സെക്കൻഡ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1980 എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്? 1982 സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ടിക്ക് ഇട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? ബിയും അതുപോലെ തന്നെ ഡിയും ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് നമ്പർ ആണ് വരിക? ഓപ്ഷൻ 3 വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുക, വാൾട്ടർ ബെഞ്ചമിൻ. നമുക്കറിയാമല്ലേ ഫ്രാങ്ക്ഫൂർട്ട് സ്കൂൾ എന്ന് പറയുന്നത്, ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന വർക്ക്, അതുപോലെ തന്നെ തിയഡോ അഡോണോ, മാർക്സ് ഹൊക്കീമർ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫ്രാങ്ക്ഫൂർട്ട് സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. കൂടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെ വരുന്നുണ്ട്. സോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ സ്കൂൾ ഓഫ് തോട്ട് ആണ് ഫ്രാങ്ക്ഫൂർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡൊമിനന്റ് പാരഡൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഡൊമിനന്റ് പാരഡൈം എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഡെവലപ്മെന്റ് ഈസ് ഈക്വൽ ടു മോഡേണൈസേഷൻ എന്നുള്ളതാണ്. സോ മോഡേണിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ കൺസെപ്റ്റ് വിച്ച് ഇസ് സെൻട്രൽ ടു ദ ഡൊമിനന്റ് പാരഡൈം ഓഫ് ഡെവലപ്മെന്റ്. സോ മോഡേണിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ മാരത്തണിലും അല്ലാതെ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന കൺസെപ്റ്റ് ആയിരിക്കും തിയോറീസും അതിന്റെ പ്രൊപ്പർട്ടീസും അല്ലെ. നമ്മൾ അതിനൊരു ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു. അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് മാക്സ്വെൽ, മെക്കംസൺ, ഡൊണാൾഡ് ഷോ. മെക്കംസൺ ഷോ ആണ് സ്പൈറൽ ഓഫ് സൈലൻസ്, എലിസബത്ത് ന്യൂമാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു തിയറിയാണ് സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. വി ഹാവ് കൾട്ടിവേഷൻ തിയറി ബൈ ജോർജ് ഗെർബ്നർ. 2 സ്റ്റെപ്പ് ഫ്ലോ എന്ന് പറയുന്നത് ലാസസ്ഫെൽഡും കാറ്റ്സും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലാസസ്ഫെൽഡിനെ മാത്രമാണ്. ഓക്കെ, അടുത്തതും എന്താണ് വന്നിട്ടുള്ളത്? നമ്മുടെ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണോ? ക്വസ്റ്റ്യൻ ചെറിയൊരു കൺഫ്യൂസിംഗ് ആയിരുന്നു എന്ന് തോന്നി. റോസ്റ്റോയുടെ 5 സ്റ്റേജ് മോഡൽ നമുക്കറിയാം, 5 സ്റ്റേജ് ഉണ്ട് അല്ലെ. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രഡീഷണൽ സൊസൈറ്റി ഉണ്ട്, പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ്, ഡ്രൈവ് ടു മെച്യൂരിറ്റി, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. റോസ്റ്റോയുടെ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് നോൺ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് 1960 വർക്കിലാണ് ഈ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതില് എ നേഷൻ ട്രാൻസ്ഫോംസ് ഫ്രം എ ട്രഡീഷണൽ ടു ദ മോഡേൺ സ്റ്റേജ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. സോ നമുക്കറിയാം അൾട്ടിമേറ്റ്ലി എത്തുന്നത് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷനിലാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ പറഞ്ഞതിൽ ഏത് സ്റ്റേജിലാണ് പോസിബിൾ ആവുക എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ NDA പറഞ്ഞിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടില്ല അല്ലെ. ഓപ്ഷൻ 1 ആണ്, ടേക്ക് ഓഫ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. ദ ടേം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നെറ്റ്ഫ്ലിക്സ് ആരാ കോയിൻ ചെയ്തതെന്ന് കണ്ടു. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോയിൻ ചെയ്തിട്ടുള്ളത് ജോൺ മെക്കാർത്തി ആണ്. ദെൻ പത്രങ്ങളും അതിന്റെ എഡിറ്റേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഹിന്ദു ആൻഡ് സുരേഷ് കമ്പത്ത് നമുക്ക് അറിയാമെങ്കിൽ അല്ലെ. ബി എന്ന് പറയുന്നത് യെസ്, B1 ആണ്. ഹിന്ദു സുരേഷ് കമ്പത്തും അറിയാമെങ്കിൽ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ് രാജ് കമൽ ജാ ആണ് വരുന്നത്. ദെൻ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? പങ്കജ് ഡോവൽ ആണ് വരുന്നത്. പിന്നീട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് വരുന്നത് ആരാണ്? സുകുമാർ രംഗനാഥനാണ് എഡിറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സുരേഷ് കമ്പത്ത് അറിയെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഇത്രത്തോളം ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും അല്ലെ. അതായത് നമുക്ക് തന്നിട്ടുള്ളത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അഡോബ് പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, പിന്നാക്കിൾ, ആവിഡ് മീഡിയ കമ്പോസർ എന്ന് പറയുന്നത്, ബ്ലെൻഡർ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് വന്നിട്ടുള്ളത്. ആവിഡ് മീഡിയ ആണ് ആദ്യം വന്നിട്ടുള്ളത്. 1989 ഓർ 1990s ഇയേഴ്സ് കാണിക്കുന്നത്. ബ്ലെൻഡർ 1995 മേ ബി ഇത്രത്തോളം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നാക്കിൾ എന്ന് പറയുന്നത് 1996 ഫൈനൽ കട്ട് പ്രോ 1999 അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത് 2003 വരുന്നത്. സോ എ ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കോംപ്രിഹെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് നമുക്ക് ഇതിൽ ലാസ്റ്റിലോട്ടൊക്കെ എന്താണ് നമ്മളുടെ കൾട്ടിവേഷൻ തിയറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടെലിവിഷനും റിയാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. അതിൽ നിന്നും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് വാസ് ദ റിയാലിറ്റി ടെലിവിഷൻ റീസെന്റ് ബിക്കം നോൺ ആസ് ഇൻ ദ എന്റർടൈൻമെന്റ് ലാൻഡ്സ്കേപ്പ്? ആ പാരഗ്രാഫ് വായിച്ചിട്ട് എഴുതേണ്ടതാണ്. കറക്റ്റ് ആൻസർ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിക്കുക, ആൻസറിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു മിക്ക ആളും
എന്താ പറയാ 20 സ്കോർ ചെയ്തിട്ടുള്ളൊരു സംഗതിയും കൂടി ആയിരിക്കും. ദെൻ അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് വാട്ട് ഈസ് ദ കോമൺ ക്രിറ്റിസിസം ഓഫ് ലിറ്റററി ടെലിവിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലേബൽഡ് ആസ് ട്രാഷ് ടെലിവിഷൻ എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ദ പാരഗ്രാഫ് കറക്റ്റ് ആൻസർ വരുന്നത്. ടെലിവിഷൻ ആൻഡ് റിയാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓൾറെഡി പറഞ്ഞു. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഈസ് മെൻഷൻഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് റിയാലിറ്റി പ്രോഗ്രാംസ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അമേരിക്കൻ ഐഡൽ എന്ന് പറയുന്നത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള, ഇവിടെ കാണാലോ അമേരിക്കൻ ഐഡലും അതുപോലെ തന്നെ സർവൈവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുറച്ചുകൂടെ ഒരു ചെറിയ ക്ലാസ് ലെവലിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്രിഹെൻഷൻ ആയിരുന്നു അല്ലേ. പക്ഷെ അപ്പോഴും നമ്മൾ ടൈമിന്റെ ഒരു ഇഷ്യൂ കൊണ്ട് തെറ്റിച്ച ആൾക്കാരുണ്ടാവാം. Then what is the main reason for reality TV to gain popularity എന്നുള്ളത്? It is the ability to attract diverse audience ആണ് according to the paragraph answer വരുന്നത്. Then which theories are mentioned in relation to how reality television affects social perception? അവിടെ എന്താണ് ഞാൻ പറഞ്ഞു ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. Conversely, uses and gratification model possess that. യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷനും അതുപോലെ തന്നെ ലിമിറ്റഡ് എഫക്റ്റും. യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തന്നെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ആൾക്കാർ അവരുടെ നീഡ്സ് ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ. സോ ആ ഒരു മീഡിയ എന്താ പറയുക യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ ലിമിറ്റഡ് എഫക്റ്റും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, കൾച്ചറൽ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാരഗ്രാഫ് ആണ്. മൾട്ടി കൾച്ചറലിസം, അതാണ് അതിലെ മെയിൻ തീം. എന്താണെന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് മൈനോറിറ്റി സീ ആൻ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു നാഷണൽ കൾച്ചർ എന്നുള്ളതാണ് പാരഗ്രാഫ് പ്രകാരം കറക്റ്റ് വരുന്നത്. ഞാൻ കറക്റ്റ് പാരഗ്രാഫ് വായിച്ചിട്ട് ഓരോന്നും എവിടെയാണെന്ന് പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു പോവാണ്. കോംപ്രിഹെൻഷനിലൊന്നും അവരെ യാതൊരു തെറ്റും വരുത്തിയിട്ടില്ല. ഹൗ ചിലപ്പോൾ നമുക്ക് ലോജിക്കലി നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൺഫ്യൂഷൻസ് വന്നെങ്കിൽ പോലും അതിലൊന്നും തെറ്റുകളില്ല. ഹൗ ക്യാൻ എ മൾട്ടികൾച്ചറൽ സ്റ്റുഡന്റ് ബോഡി ബെനിഫിറ്റ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ കറക്റ്റ് ആ പാരയിൽ എന്താണോ ഉള്ളത് അത് തന്നെ നമ്മളോട് ചോദിച്ചതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് മേക്സ് മൾട്ടി കൾച്ചറലിസം ലെജിറ്റിമേറ്റ് എന്നുള്ളതാണ്. ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. 149ാമത്തെ ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ ദ ഓതർ ഈസ് ഗ്രൗണ്ടിങ് ഫോർ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ഇവര് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണല്ലേ. ഒരു PG ലെവലിൽ അല്ലെങ്കിൽ ഒരു UGC നെറ്റ് എക്സാം ലെവലിൽ ചോദിക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നില്ല. അക്കോർഡിംഗ് ടു ദ പാസേജ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ഫോർ ഇംപാർട്ടിംഗ് ഇംപാർഷ്യൽ നോളജ് എന്നുള്ളതാണ്. സോ ആസ് പെർ ദ പേര or as per the paragraph എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഐഡിയാസ് ആർ ലിങ്ക്ഡ് ടു വൺസ് ഡ്രസ് സെൻസ് എന്നുള്ളതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അതൊരു ഇല്ലോജിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ബാക്കിയൊക്കെ നോക്കുക, ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഓർ ദേ ആർ ദ എക്സ്പ്രഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ലിങ്ക്ഡ് ടു വൺസ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിങ്ക്ഡ് ടു വൺസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലെൻഡർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ ഐഡിയാസ് ആർ ലിങ്ക്ഡ് ടു വൺസ് ഡ്രസ് സെൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 150 ക്വസ്റ്റ്യൻസും ഒന്ന് റാൻഡം എന്താ പറയാ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്താണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പം അറ്റ് ക്വിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നാളെയാണ് നമുക്ക് ആൻസർ കീ ചാലഞ്ചിന്റെ ഓർ 8ാം തീയതിയാണ് നമുക്ക് ആൻസർ കീ ചാലഞ്ചിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 8ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. സോ അതിന് മുമ്പേ ആയിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ തരാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. ബട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലാസ്റ്റ് ടൈം ഒക്കെ നമ്മൾ ഒരു 7 ക്വസ്റ്റ്യൻസോളം ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്, ഇത് ചാലഞ്ച് ചെയ്യണോ, ഇത് അങ്ങനെ വരുമോ, അല്ലെങ്കിൽ ഇത് രണ്ടും വരാം, അങ്ങനെയുള്ള കേസുകളേ ഉള്ളൂ. ഫാക്ച്വൽ ആയിട്ട് ഒരുപാട് തെറ്റുകളൊന്നും NTA വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമ്മളെ ഹാപ്പിയും കൂടെ ആണ്, കാരണം ഒരുപാട് തെറ്റുകൾ വരുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോ എല്ലാവരും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഇനി റിസൾട്ട് ലാസ്റ്റ് ടേമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 20 days to 25th ഡേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. ഒരിക്കലും കറക്റ്റ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. NTA ആണ്, പലപ്പോഴും പല സർപ്രൈസുകളും നമുക്ക് തരാറുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആൻസർ കീ ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ 4th ഡേ റിലീസ് ചെയ്തു, ഈ തവണ 7th ഡേ റിലീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂലൈ മന്തിൽ തന്നെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ പഠനം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ടൈം കളയുന്നത് പോലെ ആയിപ്പോവും. അതായത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാതെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും നിങ്ങൾ ശ്രമിക്കുക, കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ഓൾ ഇന്ത്യ ലെവലിലാണ് നടക്കുന്നത്. നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇനിയും കോമ്പറ്റീറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോച്ചിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫറിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക.
ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതിന്റെ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഐഫർ എഡ്യൂക്കേഷന്റെ ചാനലിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഐഫറിൽ JRF ക്ലബ്ബ് പോലുള്ള എക്സ്ക്ലൂസീവ് സെഷൻസിലൂടെ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സോ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ.